السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين. أعوذ بالله من الشيطان الرجيم. وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصاكم به لعلكم تتقون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കുടകിലുള്ള സുണ്ടിക്കുപ്പ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള ഈ മഹത്തായ ഫാമിലി കോൺഫറൻസിൻ്റെ സമാപന സന്ദർഭത്തിലാണ് നമ്മളുള്ളത്. കേരളത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ഭാഗങ്ങളിൽ 17ഓളം ഇടങ്ങളിൽ ഫാമിലി കോൺഫറൻസുകൾ നടത്തപ്പെട്ട് കഴിയുകയും കേരളത്തിന് പുറത്ത് കർണാടകയിലെ തന്നെ വിവിധ ഭാഗങ്ങളിലും തമിഴ്നാട്ടിലുമൊക്കെ ഇതിൻ്റെ ഭാഗമായി നടന്ന ഫാമിലി കോൺഫറൻസുകൾ ഇന്ത്യക്ക് പുറത്ത് UAE-യിലും സൗദി അറേബ്യയിലും അതേപോലെ തന്നെ മറ്റു GCC രാജ്യങ്ങളിലുമൊക്കെ നടന്നു കഴിഞ്ഞ മഹത്തായ ഒരു പ്രബോധന സംരംഭമാണ് ഈ ഫാമിലി കോൺഫറൻസ് എന്ന് പറയുന്നത്. എന്തിനാണിത് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് വ്യത്യസ്തങ്ങളായ അതിൻ്റെ വിഷയങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ടതിലൂടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. വ്യത്യസ്ത കാര്യങ്ങൾ അത് സംബന്ധമായി നിങ്ങൾ കേട്ട് കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് എനിക്ക് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നമുക്കെല്ലാവർക്കും മരണത്തിൻ്റെ ശേഷം വിജയം ലഭിക്കുവാൻ ആവശ്യമായ, കുടുംബമൊന്നിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ ആവശ്യമായ എന്ത് ഒരുക്കങ്ങളും വിഭവങ്ങളുമാണ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചാണ്. ഏത് സമയത്തും എപ്പോഴും നമ്മളെല്ലാവരും മരിക്കാനുള്ളവരാണ്. അതിന് പ്രായഭേദമില്ല, ആൺപെൺ വ്യത്യാസമില്ല, ആര് എന്ന പ്രത്യേകമായ ഒരു വിവേചനവും അവിടെ ഇല്ല. മറിച്ച് ഏകനായ അള്ളാഹു നമുക്ക് നിശ്ചയിച്ച കൃത്യമായ സമയമെത്തുമ്പോൾ ആ മരണം നടക്കും. മരണം നടന്നു കഴിഞ്ഞാൽ ഒട്ടും താമസിയാതെ നമ്മുടെ ബന്ധപ്പെട്ടവർ ആരാണോ നമ്മുടെ സമീപത്തുള്ളത് അവർ നമ്മെ എത്രയും വേഗം കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമുക്ക് വേണ്ടി നിസ്കാരം നിർവഹിച്ച് ഖബറിടത്തിൽ കൊണ്ടുപോയി വെച്ച് മണ്ണ് വാരിയിട്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ തിരിച്ചു പോരും. അവിടെ മുതൽ നമ്മൾ പിന്നെ ഒറ്റക്കാണ്. അവിടെ ചില ചോദ്യങ്ങൾ നടക്കും. അധികം താമസിയാതെ ഉടനെ വരും. 2-3 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ അവിടെയുണ്ട്. അതൊന്ന് റബ്ബിനെ കുറിച്ചാണ്, മറ്റൊന്ന് നമ്മളേറെ സ്നേഹിക്കുന്ന, നമ്മുടെ ജീവനേക്കാൾ നമ്മൾ സ്നേഹിക്കുന്ന മഹാനായ മുത്തമുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ചാണ്. മറ്റൊന്ന് നമ്മൾ ജീവിക്കുന്ന
ഇസ്ലാമികമായ ആദർശം, അതിലെത്രമാത്രം ആ ദീനിൽ നമുക്ക് നിഷ്ഠയുണ്ടായിരുന്നു, ഏത് ആദർശമനുസരിച്ചാണ് നീ ജീവിച്ചിരുന്നത് എന്ന കൃത്യവുമായ വ്യക്തവുമായ ഇങ്ങനെയുള്ള 3 ചോദ്യങ്ങളാണ് അവിടെ വരാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, നമ്മൾ എന്ത് ഉത്തരം പറയാനാണ് കണ്ടുവച്ചിട്ടുള്ളത്? ഈ സമ്മേളനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോൾ ഇവിടെ കൂടിയ ഓരോ രക്ഷിതാവും, ഓരോ ഉമ്മമാരും, ഓരോ സഹോദരന്മാരും എല്ലാവരും അതിന് മറുപടി കണ്ടെത്തണം. ഇന്ന് ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ അടുക്കൽ മലക്കുകൾ വന്ന് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയാനാണ് കണ്ടുവച്ചിട്ടുള്ളത്? എനിക്കതിന് സാധ്യമാകണമെങ്കിൽ ഞാൻ എന്തൊരുക്കമാണ് ചെയ്യേണ്ടത്? അതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. ആ മാർഗത്തിന് വേണ്ടിയാണ് ഞാനും നിങ്ങളുമൊക്കെ തുടർച്ചയായി 5 നേരത്തെ നിസ്കാരത്തിലും 17 നിർബന്ധ റക്അത്തുകൾ നിർവഹിക്കുമ്പോൾ, സുന്നത്ത് നിസ്കരിക്കുമ്പോൾ ഒക്കെ നമ്മൾ ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു തേട്ടമുണ്ട്. അതാ ഖബറിൽ വിജയിക്കാൻ ആവശ്യമായ അതിൻ്റെ വിഭവങ്ങൾ നമ്മുടെ കൃത്യമായി ഒരുക്കം നമുക്ക് കിട്ടാൻ ആവശ്യമായ മനസ്സറിഞ്ഞുകൊണ്ടുള്ള ദുആയാണ്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, നേരായ വഴിയിൽ നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, നേരായ മാർഗത്തിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ. ഏതാണ് ആ മാർഗം? സിറാത്തല്ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരൊക്കെ നടന്നു പോയിട്ടുള്ള വഴിയാണത്. ആ വഴിയിലേക്ക് നീ ഞങ്ങളെ പ്രവേശിപ്പിക്കണേ, ആ വഴിയിലേക്ക് നീ ഞങ്ങളെ നയിക്കണേ. എന്നാൽ ആരാണ് ആ മാർഗത്തിലൂടെ നടന്നു പോയവർ? മഹാന്മാരായ ഈ ലോകത്ത് വന്ന ധാരാളക്കണക്കിന് അമ്പിയാക്കളുണ്ട്. അതേപോലെ തന്നെ ആ അമ്പിയാക്കളുടെ അധ്യാപനങ്ങളെ ജീവിതത്തിൽ വളരെ കൃത്യമായി പാലിച്ച് ജീവിച്ച സിദ്ദീഖീങ്ങളായ ആളുകളുണ്ട്, സത്യസന്ധന്മാരായ മഹാന്മാരുണ്ട്. ആ ദീനിൻ്റെ മാർഗത്തിൽ ജീവനും അതുപോലെ തന്നെ ധനവുമൊക്കെ സമർപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഷഹീദായ ശുഹദാക്കളുണ്ട്. അതേപോലെ തന്നെ ആ ദീനിനെ യഥാർത്ഥമായി ജീവിതത്തിൽ പകർത്തിയ സജ്ജനങ്ങളായ ആയിരക്കണക്കിന് ആണുങ്ങളും പെണ്ണുങ്ങളുമെല്ലാം ഉണ്ട്. അവരൊക്കെ നടന്ന വഴിയിലേക്ക് റബ്ബേ നീ ഞങ്ങളെ വഴി നടത്തണേ എന്നാണ് നമ്മൾ ആ ദുആ ചെയ്യുന്നത്. പിന്നെ പറയുന്നു, ചില വഴികളിലേക്ക് നീ ഞങ്ങളെ ചേർക്കല്ലേ, അതിൽ ഞങ്ങളെ പെട്ടുപോകുന്നവരവസ്ഥ വരാതെ കാക്കണേ. അതാരുടെ മാർഗമാണ്? ഗൈരിൽ മഗ്ദൂബി അലൈഹിം, അള്ളാഹുവിൻ്റെ കോപത്തിന് വിധേയരായ ആൾക്കാരുടെ വഴിയിൽ അല്ല. വലദ്ദാല്ലീൻ, വഴിപിഴച്ചു പോയിട്ടുള്ള കക്ഷികളുടെ വഴിയിലുമല്ല. ആ 2 മാർഗത്തിലും നീ ഞങ്ങളെ പെടുത്തരുതേ. ഇസ്ലാമിക ലോകത്ത് അവരുടെ മുന്നിൽ നിൽക്കുന്നവരാണ് ജൂതന്മാരും അതുപോലെ തന്നെ നസാറാക്കളും. അള്ളാഹു പഠിപ്പിച്ച ആശയത്തിൽ നിന്ന്, അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു കൊടുത്ത യഥാർത്ഥമായ വിശ്വാസങ്ങളിൽ നിന്ന് തെറ്റിപ്പോയ ആ വിഭാഗം അവരുടേതായ വിശ്വാസങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള ധാരാളക്കണക്കിന് വേറെയും പല വിഭാഗങ്ങളും. ആ വിഭാഗങ്ങളിലേക്കൊക്കെ വിളിക്കാൻ ആളുകളുണ്ട്, അതിലേക്കൊക്കെ ക്ഷണിക്കാൻ ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയതാണ്, നിങ്ങൾ നേരായ പാതയിലൂടെ മാത്രമേ മുന്നോട്ട് പോകാവൂ. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, അല്ലാഹ് പറഞ്ഞതാണ്, വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു വലാ തത്തബിഉസ് സുബുൽ ഫതഫറഖ ബികും അൻ സബീലിഹി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. ഇതാണ് എൻ്റെ മാർഗം. വഅന്ന ഹാദാ സിറാത്തീ മുസ്തഖീമാ, ഇതാണ് എൻ്റെ നേരായ മാർഗം. ആ മാർഗത്തെ മാത്രമാണ് നിങ്ങൾ പിന്തുടരേണ്ടത്. ആ മാർഗത്തെ വ്യത്യസ്തമായി, അതിൽ നിന്ന് വിഭിന്നമായി മറ്റു പല മാർഗങ്ങളിലേക്ക് ക്ഷണിക്കുന്ന ആളുകൾ ലോകത്തുണ്ട്. അത്തരം വഴികളിലേക്ക് നിങ്ങൾ ഒരിക്കലും കടന്നു പോകരുത്. അങ്ങനെ നിങ്ങൾ മറ്റു മാർഗങ്ങളിലേക്ക് കടന്നു പോയാൽ
അള്ളാഹുവിൻ്റെ നേരായ മാർഗത്തിൽ നിന്ന് ഏതാണ് ആ മാർഗം? 5 നേരത്തെ നിസ്കാരത്തിലും നമ്മൾ ചോദിക്കുന്ന മാർഗം സിറാത്തുൽ മുസ്തഖീമിൽ ഉറപ്പിച്ചു നിർത്തണേ അല്ലാ. ദുആ ചെയ്തിട്ടല്ലേ നമ്മൾ ആമീൻ പറയുന്നത്? ആ പ്രാർത്ഥിക്കുന്ന പ്രധാനപ്പെട്ട മുസ്തഖീമായ വഴിയിൽ നിന്ന് നമ്മളെ തെറ്റിക്കുന്ന ഒരുപാട് ആളുകൾ ഈ ലോകത്തുണ്ട്. ആ മാർഗങ്ങളിലേക്ക് എങ്ങാനും നിങ്ങൾ കടന്നു പോയാൽ നിങ്ങൾ നേരിൻ്റെ മാർഗത്തിൽ നിന്ന് തെറ്റിപ്പോകും, സൂക്ഷിക്കണേ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതിക്കൊണ്ട് നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടെ ഞാൻ അല്പനേരം നിങ്ങളോട് ഈ സംസാരിക്കുന്ന വാക്കുകൾ ഒരു മുൻവിധിയില്ലാതെ കേൾക്കണമെന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരുപാട് തെറ്റിദ്ധാരണകൾ സലഫികൾ ഒരു പരിപാടി ഒരു നാട്ടിൽ വെച്ച് കഴിയുമ്പോഴേക്ക് ധാരാളക്കണക്കിന് തെറ്റിദ്ധരിപ്പിക്കാൻ ആളുകൾ വരാറ് സ്വാഭാവികമാണ്. അതേത് കാലത്തും അങ്ങനെ തന്നെയാണ്. സത്യം പറയുന്നവരുടെ നേരെ ദുരാരോപണങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ അഴിച്ചു വിടുക എന്നുള്ളത് ചിലർക്കൊക്കെ ഒരു പതിവ് ശീലമാണ്. അത് ലോകത്തിൻ്റെ തുടക്കം മുതൽ ആദം അലൈഹിസ്സലാമിൻ്റെ ശേഷം പിന്നീട് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ഇങ്ങോട്ട് ഇന്ന് വരെ അത് തുടർന്നുകൊണ്ടേയിരിക്കുക തന്നെയാണ്. പക്ഷേ ആരോപണങ്ങൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ ആരോപണങ്ങളിൽ വല്ല കഴമ്പുമുണ്ടോ? അത് നമ്മളാണ് പറയേണ്ടത്. നമ്മളെക്കുറിച്ച് മുജാഹിദ് പ്രസ്ഥാനം, സലഫി പ്രസ്ഥാനത്തെ കുറിച്ച് പഠിക്കേണ്ടത് അവരിൽ നിന്നാണ്, ശത്രുക്കളിൽ നിന്നല്ല. കാരണം ശത്രു ഒരിക്കലും നമ്മെക്കുറിച്ച് ഉള്ളതല്ല പറയുന്നത്, ഇല്ലാത്തതാണ് സമൂഹത്തോട് പറയുന്നത്. അമ്പിയാക്കളെ എതിർക്കുന്ന കക്ഷികളാണ് സലഫികൾ, ഔലിയാക്കളെ എതിർക്കുന്നവരാണ്, മുഅ്സത്ത് നിഷേധികളാണ്, കറാമത്ത് തള്ളിക്കളയുന്നവരാണ്, മുത്ത മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തീരെ ബഹുമാനമില്ലാത്തവരാണ്, ആ നബിതങ്ങളെ അംഗീകരിക്കാത്തവരാണ്, ആ നബിതങ്ങളുടെ പേര് കേട്ടാൽ പോലും സ്വലാത്ത് ചൊല്ലാൻ പാടില്ലെന്ന് പറയുന്നവരാണ്, ദിക്ർ ചൊല്ലണ്ട എന്ന് പറയുന്നവരാണ്, സലാത്ത് വേണ്ടെന്ന് പറയുന്നവരാണ്, ദുആഇല്ലാത്ത കൂട്ടരാണ്. ഇനി എന്താ പറയാൻ ബാക്കിയുള്ളത്? അവസാനം എന്തുകൂടി പറയുന്നു? ഈ ഒരു പ്രോഗ്രാമിനെ പറ്റി പോലും ഇവിടെയുള്ള ഒരു മുസ്ലിയാർ വാട്സപ്പിലൂടെ ഈ നാട്ടിലെ പാവപ്പെട്ട ജനങ്ങളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതെന്താണ്? ആ പരിപാടിക്ക് നിങ്ങൾ പോകരുതേ, എൻ്റെ കരളിൻ്റെ കഷ്ണങ്ങളെന്ന് വിളിച്ചിട്ട് മുസ്ലിയാർക്ക് വല്ലാത്ത പേടിയുണ്ട്. ഈ പരിപാടി ഇവിടെ നടക്കുമ്പോൾ അയാൾ പറയുന്നത് എന്താണെന്നോ? അതിൽ പെട്ടുപോകരുതേ. അവരുടെ വാക്കുകളൊക്കെ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ നല്ല ശരിയാണെന്ന് തോന്നിപ്പോകും. പക്ഷേ അവരാരാണെന്നോ? നമ്മുടെ മുൻഗാമികളെ മുഴുവൻ മുശ്രിക്കും കാഫിറുമാണെന്ന് പറയുന്നവരാണ്, അവരെ ചീത്ത പറയുന്നവരാണ്, അവരെ കുറ്റം പറയുന്നവരാണ് എന്നുള്ള ഒരു സന്ദേശമല്ലേ ഇവിടെ കിതാബ് പഠിച്ചു എന്ന് പറയുന്നവരെ മുസ്ലിയാർ ഈ നാട്ടിലെ ആളുകൾക്ക് കൊടുത്തിട്ടുള്ള സന്ദേശം. പക്ഷേ എനിക്കെൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, എതിരാളികൾക്ക് എന്തും പറയാം, അതവരുടെ സ്വാതന്ത്ര്യമാണ്, അതവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷേ എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ സംസാരമൊന്ന് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് വളരെ ഗൗരവത്തോടെ ശ്രദ്ധിച്ചിട്ട്, ഇവിടെ ആരാണ് മുൻഗാമികളെ ചീത്ത പറയുന്നത്? ആരാ നമ്മുടെ മുൻഗാമികൾ? ആരാണ് നമ്മുടെ മഹാന്മാരായ മുൻഗാമികൾ? അത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള മിനൻ നബിയീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഞാൻ നേരത്തെ എണ്ണിപ്പറഞ്ഞ അമ്പിയാക്കൾ, അതുപോലെ തന്നെ സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയിട്ടുള്ള മഹാരഥന്മാരായ ലക്ഷക്കണക്കിന് ആളുകളല്ലേ ഈ ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ളത്. അവരിൽ ആരെയാണ് നമ്മൾ തെറി പറയാറുള്ളത്? ആരെയാണ് നമ്മൾ കുറ്റം പറയാറുള്ളത്? നിങ്ങൾ ഗൗരവത്തോടെ ചിന്തിക്ക്. ഇവരുടെ ഭാഷയിൽ കുറ്റം പറയാന്ന് പറഞ്ഞാൽ ഇവർ മനസ്സിലാക്കിയത് എന്താണ്? അമ്പിയാക്കളെ കുറ്റം പറയലെപ്പോഴാണ് ഇവർ മനസ്സിലാക്കുന്നത്? നബിമാരെ വിളിച്ചിട്ട് നമ്മൾ ദുആ ചെയ്യണം പോലും, നബിയേ എന്നെ കാക്കണേ, അമ്പിയാക്കളെ കാക്കണേ, ഔലിയാക്കളെ രക്ഷിക്കണേ, ശുഹദാക്കളെ കാവല് തരണേ എന്നിങ്ങനെ വിളിച്ചു തേടിയാലേ അവരെ ബഹുമാനിക്കലാവുകയുള്ളൂ. അവരെ വിളിച്ച് തേടാൻ പാടില്ലെന്ന് പറയുന്നതാണ് ഈ കൂട്ടർക്ക് അവരെ മുറ്റം പറയലായിട്ട് തോന്നിയിട്ടുള്ളതെങ്കിൽ, പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്
മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ വ്യക്തമായ ഇസ്ലാമിൻ്റെ പ്രഖ്യാപനം സർവശക്തനായ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. റഹ്മാനായ റബ്ബിനോടല്ലാതെ ഒരാളോടും പ്രാർത്ഥിച്ചുകൂടാ. അത് നബിയോടാണെങ്കിലും വലിയനോടാണെങ്കിലും ജിന്നിനോടാണെങ്കിലും മലക്കിനോടാണെങ്കിലും കല്ലിനോടാണെങ്കിലും വൃക്ഷത്തോടാണെങ്കിലും ഒരു വസ്തുവിനോടും നമ്മൾ ദുആ ചെയ്തുകൂടാ. ദുആ ചെയ്യേണ്ടത് സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമാണ്. കാരണം അവനാണ് ഇവിടെ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ആയത്തുൽ കുർസി അറിയാത്ത വല്ല മുസ്ലിമുണ്ടോ എൻ്റെ സംസാരം കേൾക്കുന്നവരിൽ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹുവിനെ അവൻ പരിചയപ്പെടുത്തുകയാണ്. അവനാണ് ഏകനായ ആരാധ്യൻ. എന്തുകൊണ്ട് എന്ന ചോദ്യം അവിടെയുണ്ടല്ലോ. അൽ ഹയ്യു, അവനാണ് എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ആ പ്രയോഗത്തിൽ നിന്നൊരു കാര്യം മനസ്സിലായില്ലേ? നമ്മൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന, നമ്മൾ ദുആ ചെയ്യുന്ന ആ ശക്തിക്കുണ്ടായിരിക്കേണ്ട ഒരു ഗുണമെന്താണ്? ആ ശക്തി മരിക്കുന്നവനായിക്കൂടാ. ആ ശക്തി ഒരിക്കലും മരണത്തിന് വിധേയമാകുന്ന ശക്തിയാവില്ല. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അങ്ങനെ ഒരു ശക്തി ലോകത്താരാ ഉള്ളത്? അല്ലാഹു അല്ലാതെ. അതാണ് അൽ ഹയ്യു. രണ്ടാമത് പറയുന്നു അൽ ഖയ്യൂം. സർവത്തിനെയും നിയന്ത്രിക്കുന്ന നിയന്താവാണവൻ. അങ്ങനെ ഇവിടെ ഒരു ശക്തിയാ ഉള്ളത്. ലോകത്തെ ആകാശഭൂമികളെ മാത്രമല്ല, ഇവിടെയുള്ള 7 ആകാശഭൂമികളിലുള്ള സർവ വസ്തുക്കളെയും സദാ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, നിയന്ത്രണത്തിന് കഴിവുള്ള ശക്തി റബ്ബല്ലാതെ ഇവിടെ മറ്റാരാ ഉള്ളത്? അങ്ങനെ ഒരു ശക്തി ഇവിടെ അല്ലാഹു അല്ലാതെ ഇല്ലല്ലോ. ഇവിടെ ആരെങ്കിലും മറ്റാരോടെങ്കിലും വിളിച്ചു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ സ്വന്തം ശരീരത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ? ഇവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന പല ഔലിയാക്കന്മാരുമുണ്ട്, തങ്ങന്മാരുണ്ട്, ബീവിമാരുണ്ട്, പലരുമുണ്ട്. അവരൊക്കെ രോഗികളായവരല്ലേ? സ്വന്തം ശരീരത്തിൻ്റെ ആരോഗ്യത്തെ പോലും നിയന്ത്രിക്കാനാവാതെ ഈ ലോകത്ത് ജീവിച്ച എത്രയോ ആളുകളെ, അവരൊക്കെ ഔലിയാക്കളാണ്. അവർക്കൊക്കെ അല്ലാഹ് നമ്മളെ സഹായിക്കാനുള്ള കഴിവങ്ങ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സർവശക്തനായ എല്ലാം നിയന്ത്രിക്കുന്ന അള്ളാഹുവിനോട് പറയേണ്ട കാര്യങ്ങളാണ് ഈ ദുർബലരായ ആളുകളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അല്ലാഹ് പഠിപ്പിക്കുന്നത് ഇലാഹിനുണ്ടായിരിക്കേണ്ട ഗുണം അൽ ഖയ്യൂം. അവനെല്ലാം നിയന്ത്രിക്കുന്ന നിയന്താവായിരിക്കണം. എല്ലാവരെയും അവൻ നിയന്ത്രിക്കുന്നു. അവനെ ആരും നിയന്ത്രിക്കേണ്ടതില്ല. അവനാണ് എല്ലാത്തിനെയും പടച്ചത്. അവനെ ആരും പടച്ചിട്ടില്ല. അവൻ മാത്രമാണ് സ്രഷ്ടാവ്. അവനൊഴികെയുള്ളതൊക്കെ സൃഷ്ടികളാണ്. അതുകൊണ്ട് സൃഷ്ടികൾ മുഴുവനും തേടേണ്ടത്, സൃഷ്ടികൾ മുഴുവനും ആരാധിക്കേണ്ടത്, സൃഷ്ടികൾ മുഴുവനും വിളിച്ച് പ്രാർത്ഥിക്കേണ്ടത് സ്രഷ്ടാവായിട്ടാരുണ്ടോ? അത് അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിനോടല്ലാതെ വിളിച്ച് തേടിക്കൂടാ. ഇതാണ് ഇസ്ലാമിൻ്റെ വളരെ ഗൗരവത്തോടെയുള്ള അധ്യാപനം. അതേപോലെ തന്നെ അവന് ഉറക്കമില്ല, മയക്കമില്ല. അതിൽ നിന്നും ഒരു കാര്യം മനസ്സിലായില്ലേ? ഉറങ്ങുന്നവനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. മയക്കം ബാധിക്കുന്നവനോട് വിഷയം പറഞ്ഞാൽ അവന് മനസ്സിലാകുമോ? അല്ലാഹുവിന് ഇതുമില്ലല്ലോ. ഇങ്ങനെ ലോകത്താരാ ഉള്ളത്? ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ് മുത്ത് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന നമ്മുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അമ്പിയാക്കളുടെ നേതാവായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും ഉറങ്ങാറുണ്ടായിരുന്നല്ലോ. മയക്കം ബാധിച്ചിരുന്നില്ലേ? അവിടുത്തേക്കും പലപ്പോഴും രോഗിയായിട്ടില്ലേ? അവിടുത്തേക്കും പലപ്പോഴും ബോധക്ഷയം വന്നിട്ടില്ലേ? ആ മുത്ത് മുസ്തഫാക്ക് പോലും അങ്ങനെയുള്ള ഒരു പ്രത്യേകത അല്ലാഹു നൽകിയിട്ടില്ല. എല്ലാം തികഞ്ഞവനായ ഒരേ ഒരു ശക്തിയേയുള്ളൂ. അത് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവൻ മാത്രമാണ്. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളതിനെ മുഴുവനും അവനാണ് കൺട്രോൾ ചെയ്യുന്നത്. അവൻ്റേതാണത്. അവൻ്റെ അധികാരത്തിലാണ് അവരൊക്കെയുള്ളത്. അവരെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും
ഒരാളും പറഞ്ഞു കൊടുക്കാതെ തന്നെ വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അവൻ്റെ അധികാരമാണ് ലോകത്തെ മുഴുവനും ഇവിടെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ഏഴാകാശങ്ങളെയും ഭൂമിയെയും അവയിലുള്ള സർവത്തിനെയും ഭരിക്കുന്നതുകൊണ്ടും നിയന്ത്രിക്കുന്നതുകൊണ്ടും റഹ്മാനായ റബ്ബിന് അല്പമെങ്കിലും ക്ഷീണമില്ല. വലാ യഊദുഹു ഹിഫ്ളുഹുമാ വഹുവൽ അലിയുൽ അദീം. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദരന്മാരെ, എത്ര തവണയാണ് ഒരു ദിവസം ഞാനും നിങ്ങളും 5 നേര നിസ്കാരത്തിൻ്റെ ശേഷം ഈ ആയത്തുൽ കുർസി ചൊല്ലുന്നുണ്ട്, ഉറങ്ങാൻ കിടക്കുന്നതിൻ്റെ മുമ്പ് ചൊല്ലുന്നുണ്ട്. ഇതൊന്ന് മനസ്സിരുത്തി ചിന്തിച്ചാൽ ഈ ഗുണങ്ങളൊക്കെയുള്ളവനാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ. അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല, ദുആ കേൾക്കുന്നവരില്ല, നമുക്ക് കാവൽ തരാനില്ല, രക്ഷ തരാനില്ല, അഭയം തേടാനില്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ അവസാനത്തെ അധ്യായങ്ങൾ നോക്കൂ നിങ്ങൾ. സൂറത്ത് ഫലഖ്, സൂറത്തുൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ്. അല്ലാഹ് പഠിച്ചിട്ടുള്ള പടപ്പുകളിൽ ഏതൊക്കെ പടപ്പുകളിൽ എന്തെല്ലാം ഷർറുകളുണ്ടോ ആ ഷർറുകളൊന്നും എന്നെ ബാധിക്കാതിരിക്കാൻ ഫലഖിൻ്റെ നാഥനായ അല്ലാഹുവേ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു. റബ്ബിനോടുള്ള കാവൽ തേട്ടം പഠിപ്പിക്കുകയല്ലേ സൂറത്തുൽ ഫലഖിൽ. ഇനി സൂറത്തുൻ നാസിലും അതല്ലേ. ജനങ്ങളുടെ റബ്ബായ അല്ലാഹുവേ, ആ റബ്ബുന്നാസ്, മലിക്കിന്നാസ്, ഇലാഹിന്നാസ്, ഇതൊക്കെ അല്ലാഹുവിൻ്റെ മാത്രമുള്ള പ്രത്യേകതയാണ്. ആ റബ്ബിനോട് മാത്രം ഞാനിതാ കാവൽ തേടുന്നു. ചെകുത്താൻ ആളുകളുടെ മനസ്സുകളിൽ പല ദുർബോധനങ്ങളും കൊണ്ടുവരുന്നുണ്ട്. അത് മനുഷ്യരുടെ കൂട്ടത്തിലുമുണ്ട് ചില ശൈത്താന്മാര്, ജിന്നുകളുടെ കൂട്ടത്തിലുമുണ്ട് ചില ശൈത്താന്മാര്. അവരുടെ ജോലി തന്നെ എന്താണ്? അമ്പിയാക്കൾ പഠിപ്പിച്ച ഇസ്ലാമിൽ വെള്ളം ചേർത്തിട്ട് അതാണ് ഒറിജിനൽ ഇസ്ലാം എന്ന് ജനങ്ങളോട് വസ്വാസ് ഉണ്ടാക്കുന്ന അതേ അവസരത്തിൽ അമ്പിയാക്കൾ ഇവിടെ പഠിപ്പിച്ചു പോയിട്ടുള്ള യഥാർത്ഥമായ ദീനിനെ ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുന്നവരെയൊക്കെ പുത്തൻവാദികളാണവര്, പിഴച്ചവരാണവര്, നരകാവകാശികളാണവര് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന കുറേ ശൈത്താന്മാര് ലോകത്തെ ഏത് കാലഘട്ടത്തിലും തുടക്കത്തിലേ ഞാൻ പറഞ്ഞതുപോലെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, ഒരു വസ്വാസിലും കൊടുങ്ങാതെ അല്ലാഹ് പറഞ്ഞതെന്തോ, അല്ലാഹുവിൻ്റെ റസൂല് ചെയ്ത് കാണിച്ചതെന്തോ പരിശുദ്ധ ഖുർആൻ പരിശോധിച്ചു നോക്ക്. 25ഓളം നബിമാരുടെ പേര് ഖുർആനിലില്ലേ? ആ നബിമാരിൽ പലരും അവരുടെ വ്യത്യസ്തങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി തേടിയ തേട്ടങ്ങൾ ഖുർആനിലില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, അല്ലാഹുവിൻ്റെ പരിശുദ്ധ ഖുർആനിൽ 114 സൂറത്തുകൾ പരിശോധിച്ചു നോക്കിയാൽ പല സൂറത്തുകളിലും ഇതേപോലെ മഹാന്മാരുടെ തേട്ടങ്ങളില്ലേ? നബിമാരുടെ തേട്ടങ്ങളില്ലേ? ശുഹദായിൻ്റെ തേട്ടമില്ലേ? സാലിഹീങ്ങളുടെ തേട്ടങ്ങളില്ലേ? ഏതെങ്കിലും ഒരു ദുആ അല്ലാഹുവിനോടല്ലാതെ അവരുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള ഒരു നബിയോട് തേടിയത് ഖുർആനിലുണ്ടോ? നിങ്ങളോട് ഞങ്ങളുടെ വഅദ് കേൾക്കരുതെന്ന് പറയുന്ന മുസ്ലിയാക്കളെ പിടിച്ചു നിർത്തിയിട്ട് ചോദിക്ക്. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, ഈസ അലൈഹിസ്സലാം തുടങ്ങിയിട്ടുള്ള നബിമാര്
യൂസുഫ് നബി അലൈഹിസ്സലാം, സക്കരിയ അലൈഹിസ്സലാം, യഹ്യ അലൈഹിസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാം, എണ്ണിയാൽ ഇങ്ങനെ എത്ര നബിമാരുണ്ട്. അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ലേ? അവർക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടില്ലേ? രോഗം ബാധിച്ച നബിമാരില്ലേ? കുട്ടികളില്ലാതെ കഷ്ടപ്പെട്ട് ഒരു കുട്ടിയെ കിട്ടാൻ വേണ്ടി പ്രയാസപ്പെട്ട നബിമാരില്ലേ? അവരൊക്കെ അതിനു വേണ്ടി ആരോടാ തേടിയത്? സക്കരിയ നബിയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമും കുഞ്ഞുങ്ങളില്ലാതെ വിഷമിച്ച നബിമാരാണ്. ഞങ്ങൾക്കൊരു സന്താനത്തെ തരണേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മഹാന്മാരായ പ്രവാചകന്മാർ അവർക്ക് മുമ്പ് കഴിഞ്ഞു പോയ നബിമാരോടാണോ തേടിയത്? എങ്കിൽ അത് ഖുർആനിൽ ഒന്ന് കാണിക്ക്. ഏതാണ് ആയത്ത്? ഏത് സൂറത്തിലാണത്? സാധാരണക്കാർക്കൊന്ന് പറഞ്ഞു കൊടുക്ക്. ഞങ്ങൾ മറ്റുള്ളവരെ കാഫിറും മുശ്രിക്കുമാണെന്ന് അങ്ങനെ ആക്കുന്ന, അവരെ കുറ്റം പറയുന്ന ആളുകളാണെന്ന് ഞങ്ങളെക്കുറിച്ച് ദുരാരോപണം പറയുന്നതിൻ്റെ മുമ്പ് ഇതൊന്ന് വ്യക്തമാക്കി കൊടുക്കണേ. ഏത് നബിയാണ്? ആ നബിക്ക് പ്രശ്നങ്ങൾ വന്നപ്പോ അല്ലാഹുവേ എന്ന വിളിയല്ലാതെ ആ നബിയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും നബിയോട് തേടി എന്ന് പരിശുദ്ധ ഖുർആനിലുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് എത്ര ദുആകളാണ് നമുക്ക് പഠിപ്പിച്ചു തന്നത്. രാവിലെ എഴുന്നേറ്റാൽ തുടങ്ങുകയായി പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, നമുക്ക് ദുആ ചെയ്യാൻ ആയിരക്കണക്കിന് ദുആകളില്ലേ, ദിക്റുകളില്ലേ? ആ ദുആകളും ദിക്റുകളും ഒക്കെ ഒന്ന് പരിശോധിച്ചു നോക്കിയാൽ നിസ്കാരത്തിൻ്റെ അകത്ത് ചൊല്ലാൻ ദിക്റുകളുണ്ട്, നിസ്കാരം കഴിഞ്ഞാൽ ദിക്റുകളുണ്ട്, വ്യത്യസ്തങ്ങളായ സമയങ്ങളിൽ ദിക്റുകളുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളും രാവിലെ എഴുന്നേറ്റത് മുതൽ ഉറങ്ങും വരെ ചൊല്ലേണ്ട ദിക്റുകൾ മുഴുവനും മനഃപ്പാഠമാക്കണേ. തെറ്റുകൂടാതെ ചൊല്ലാൻ പഠിക്കണേ, അർത്ഥം പഠിക്കണേ, ആശയം ചിന്തിച്ചുകൊണ്ട് അതൊക്കെ നിർവഹിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിലൊന്നും അല്ലാഹുവിനോടല്ലാത്ത നബിമാരോടൊരു ദുആ കാണാനില്ലല്ലോ. എന്തിനാ ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്? ഇവിടെ പലരും ആളുകളെ പറഞ്ഞു പറ്റിക്കുകയാണ്. അല്ലാഹുവിനോട് നേരിട്ട് ചോദിച്ചാൽ റബ്ബ് നമുക്ക് ഉത്തരം തരൂല. മറിച്ച് എന്ത് വിഷമമുണ്ടായാലും ഏത് പ്രയാസമുണ്ടായാലും ആദ്യം അല്ലാഹുവിൻ്റെ റസൂലിനോട് വിളിച്ചിട്ടാണ് പറയേണ്ടത്. യാ റസൂലല്ലാഹ് ഖുദ് ബിയദീ ഖല്ലത്ത് ഹീലതീ അദ്രിക്നി യാ ഹബീബല്ലാഹ്. ഇവിടെ ചില ആളുകൾ ജനങ്ങൾക്ക് അള്ളാന്റെ റസൂലിനെ ബഹുമാനിക്കാനെന്ന പേരിൽ പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്തിന്റെ രീതിയാണിത്. ഈ രീതി ആരാടോ പഠിപ്പിച്ചു തന്നത്? മുത്ത് മുസ്തഫയോട് തേടുന്ന സലാത്തോ? അല്ലാഹുവിൻ്റെ റസൂലേ എൻ്റെ കൈ പിടിക്കണേ, ഞാൻ പ്രയാസമുള്ളവനാ, രോഗിയാണ്, കഷ്ടപ്പാടുള്ളവനാണ്, പ്രതിസന്ധികൾ ഉള്ളവനാണ്, എൻ്റെ കൈ പിടിക്കണം, എന്നെ നോക്കണേ, എന്നെ കാക്കണേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാതെ അല്ലാഹുവേ എന്നെ കാക്കണേ എന്ന് പറയുന്നവരൊക്കെ കടുത്ത മുനാഫിക്കുകളാണ്, പിഴച്ചുപോയവരാണ് എന്നിവിടെ പല മുസ്ലിയാക്കന്മാരും ജനങ്ങളോട് വഅ്ള് പറയുന്നുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്തൊരക്രമമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്ന ഒരൊറ്റ ദുആകളിലും ദിക്റുകളിലും പ്രതിസന്ധി വന്നാൽ റബ്ബിനെ വിളിക്കാനല്ലാതെ ഒരു പടപ്പിനെയും വിളിച്ചു തേടാൻ ആവശ്യപ്പെട്ടതായി ഖുർആനിലും വന്നിട്ടില്ല, ഹദീസുകളിലും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കൂട്ടരെന്താ പറയുന്നത്?
ഇവർക്ക് എന്ത് പ്രയാസമുണ്ടായാലും ഇവരാദ്യം വിളിക്കുക നബിയെയാണ്, അല്ലെങ്കിൽ CM മടവൂരിനെയാണ്. കാരണം CM മടവൂരാണ് അവർക്ക് ലോകത്തിൻ്റെ മൊത്തം കൺട്രോളർ, ഈ ലോകം മുഴുവൻ നിയന്ത്രിക്കുന്നത്. അങ്ങ് കൊടുവള്ളിക്കടുത്ത് മടവൂരിൽ മറപെട്ട് കിടക്കുന്ന അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മാനസിക രോഗി, ഒരു പാവം മനുഷ്യൻ, അയാൾക്ക് പലപ്പോഴും തലക്ക് വെളിവില്ല ഉണ്ടായിട്ടില്ല, അയാൾ പലപ്പോഴും വസ്ത്രമില്ലാതെ നടന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പല വിധത്തിലുള്ള കാര്യങ്ങളും അയാൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളാരും അയാളെ കുറിച്ച് പറയുന്നതല്ല. അയാളുടെ പേരിൽ, അയാളെ പ്രശംസിക്കാനെന്ന പേരിൽ അയാളുടെ തന്നെ അനുയായികൾ എഴുതി പിടിപ്പിച്ച മലയാള പുസ്തകങ്ങളിൽ ഇതൊക്കെയുണ്ട്. ആർക്കെങ്കിലും അതൊക്കെ നിഷേധിക്കാൻ സാധിക്കുമോ? സാധ്യമാകില്ലല്ലോ. അപ്പൊ സഹോദരന്മാരെ, സർവശക്തനായ റബ്ബിനെ വിട്ടുകൊണ്ട് ലോകം മൊത്തം ഇയാൾ കൺട്രോൾ ചെയ്യുകയാണത്രേ. ഇയാളൊന്ന് കണ്ണ് ചിമ്മിയാൽ ഫ്ലൈറ്റുകൾ കൂട്ടിമുട്ടും, കപ്പലുകൾ തകരും, തീവണ്ടികൾ കൂട്ടിയിടിക്കും. അയാൾ അറിയാതെ ഒരു ഇല പോലും കൊഴിഞ്ഞു വീഴുന്നില്ല, ഒരു കുഞ്ഞും ഇവിടെ ജനിക്കുന്നില്ല, ഒരു പെണ്ണും പ്രസവിക്കുന്നില്ല. ഇനി എന്താണ് പറയാൻ ബാക്കിയുള്ളത്? അയാളാണ് പടച്ചോ എന്ന് വരെ പാടിയില്ലേ? മടവൂരാരാ പടച്ചോനാണോ ചോദിച്ചവരോട് പറയേ, അതെ 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 മടവൂരാണ് ഞങ്ങളെ പടച്ചോനറിഞ്ഞോളീൻ എന്ന പാട്ട് വരെ ഇവിടെ അവരുടെ അനുയായികൾ ഇറക്കിയില്ലേ? മാലിക്കുൽ മുലൂക്കാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് മാത്രമാണ് നമ്മളത് പറയുക. എല്ലാ രാജാക്കളുടെയും രാജാവായ അല്ലാഹുവാണ്, അവനാണ് മാലിക്കുൽ മുലൂക്ക്, അവനാണ് അർശിൻ്റെ അധിപൻ. അതേ അവസരത്തിൽ ഇവർ പറയുന്നതോ മടവൂരാണ് അർശിൻ്റെ അധിപൻ. ഇനി എന്താ പറയാൻ ബാക്കി? അർശ് അയാൾ നിയന്ത്രിക്കുന്നു, കുർസി അയാൾ നിയന്ത്രിക്കുന്നു, അതിൻ്റെയും മേലെയാണ് അയാളുടെ സ്ഥാനമെന്ന്. ഇങ്ങനെ ഒരു 100 കൂട്ടം വിശേഷണങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രം മുഅ്മിനീങ്ങളായ നമ്മളും ലോകത്തുള്ള എല്ലാ വിശ്വാസികളും അല്ലാഹുവിൻ്റെ പേരിൽ മാത്രം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ ഇവിടെ പലരുടെയും പേരിൽ ഇവർ വകവെച്ചു കൊടുക്കുന്നു. അങ്ങനെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവരെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ ഉത്തരം കിട്ടുമോ? അല്ലാഹ് എന്താണ് നമ്മളോട് പറഞ്ഞത്? നമ്മെ പടച്ച യജമാനനായ റബ്ബ് നമ്മളോട് എന്താണ് പറഞ്ഞത്? വഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും. യജമാനനായ നിങ്ങളുടെ റബ്ബ് പറയുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നെ വിളിച്ചു പ്രാർത്ഥിക്കൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഈ വാഗ്ദാനം ആരുടേതാണ്? ഒരു പടപ്പിന് ലോകത്തത് പറയാൻ കഴിയുമോ? നമ്മെ പടച്ച, ലോകത്തെ മുഴുവൻ പടച്ച സൃഷ്ടാവായ, ഖാലിഖായ, റാസിഖായ, മുദബ്ബിറായ അല്ലാഹുവിനെ കൊണ്ടല്ലാതെ അത് പറയാനാവില്ല. എന്താ പറഞ്ഞത്? എവിടെ വെച്ചാണെങ്കിലും എന്നെ വിളിച്ചോളൂ, എന്നോട് ദുആ ചെയ്തോളൂ, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇതേ വിശ്വാസം ഒരു വെല്ലുവിളി സ്വരത്തിൽ മുഹീദ്ദീൻ ഷേഖും പറഞ്ഞു, മറ്റുള്ളവരും പറഞ്ഞു എന്നാണ് ഇവിടെ ആളുകൾ വിശ്വസിക്കുന്നത്. വല്ലേ നീലെത്തീന്നും എന്നെ വിളിപ്പോർക്ക് വൈകൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ. ഏത് സ്ഥലത്ത് വെച്ച് ആരെപ്പോൾ എന്നെ വിളിച്ചാലും ഞാൻ അവർക്കൊക്കെ ഉത്തരം കൊടുക്കാമെന്ന് മുഹീദ്ദീൻ ഷെയ്ഖ് പറഞ്ഞിട്ടുണ്ടത്രേ. മുഹീദ്ദീൻ ഷെയ്ഖ് ഇത് പറയൂല. ഇസ്ലാം പരിചയപ്പെടുത്തുന്ന, ചരിത്രം പരിചയപ്പെടുത്തുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് അത് പറയുന്നയാളല്ല. എന്നാൽ ആ ഷെയ്ഖിൻ്റെ പേരിൽ കള്ളം കെട്ടിച്ചമക്കുന്ന ആളുകളാണത് പറഞ്ഞത്. അതേപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ഹൃദയം എനിക്ക് കാണാൻ കഴിയുമെന്നും ഷെയ്ഖ് പറഞ്ഞുവത്രേ. ഇത് അല്ലാഹുവിൻ്റെ മാത്രം കഴിവല്ലയോ? യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ.
ഹൃദയങ്ങളിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ള രഹസ്യങ്ങൾ മുഴുവനും അറിയുന്നവൻ ഏകനായ അല്ലാഹു മാത്രമാണ്. അതേ അവസരത്തിലതാ ഇവർ മാലപ്പാട്ടുകളിലൂടെ പാടുന്നതെന്താണ്? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ട പോൽ കാട്ടിപ്പറഞ്ഞോവരേ, ഏതുപോലെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാൺമാൻ ഞാൻ നിങ്ങടെ കൽബകം എന്നോവർ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഒരു കുപ്പിയിലുള്ള ദ്രാവകം നമ്മളതിൻ്റെ പുറത്തുനിന്ന് നോക്കിയാൽ കാണും പോലെ അങ്ങ് മൊഹീദ്ദീൻ ഷേഖ് ബഗ്ദാദിലെ ഖബറിൽ കിടന്നുകൊണ്ട് ഈ ലോകത്തുള്ള സർവ്വ മനുഷ്യരുടെയും ഹൃദയത്തിൻ്റെ അകത്തുള്ള എന്തൊക്കെയാണ് അവരുടെ ചിന്തകൾ, എന്തൊക്കെയാണ് ഇപ്പം അവർ വിചാരിക്കുന്നത്, എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ എന്ന് മൂപ്പര് കിടന്ന് കാണുകയാണ്. CM മടവൂരും കാണുകയാണ്. ഇവർ പരിചയപ്പെടുത്തുന്ന സർവ്വ ഔലിയാക്കളും ഇവർ ഉറൂസ് നടത്തുന്ന കേന്ദ്രങ്ങളിലുള്ള മുഴുവൻ ആളുകളെ കുറിച്ചും ഇവരുടെ വിശ്വാസം ഇങ്ങനെ തന്നെയാണ്. അവരെ നമ്മൾ എവിടെ നിന്ന് വിളിച്ചാലും അവർ നമ്മളെ കാണുന്നുണ്ട്, നമ്മുടെ ശബ്ദം കേൾക്കുന്നുണ്ട്. അവർക്ക് ഭാഷ പ്രശ്നമല്ല, അടുത്തെന്നോ അകലെയെന്നോ പ്രശ്നമില്ല, രാത്രിയെന്നോ പകലെന്നോ പ്രശ്നമില്ല. ഏത് കാര്യത്തിന് വിളിച്ചാലും അവർക്കൊക്കെ നമ്മെ സഹായിക്കാൻ കഴിവുണ്ട്, അവർക്കതിന് അറിവുണ്ട്, അവരത് കേൾക്കുന്നുണ്ട്, കാണുന്നുണ്ട്. ഈ വിശ്വാസത്തോടെയല്ലേ ഇവർ ഖബർ സിയാറത്ത് എന്ന പേരുമിട്ടുകൊണ്ട് ദർഗകളിലേക്ക്, ഉറൂസുകളിലേക്ക്, ജാറങ്ങളിലേക്ക് പോയിട്ട് അവിടെ മറവിട്ട് കിടക്കുന്ന ആളുകളെന്ന് വിശ്വസിക്കപ്പെടുന്നവരോട് ഇവർ തേടുമ്പോ ഈ വിശ്വാസമല്ലേ ഉള്ളത്? പ്രിയപ്പെട്ട ഉമ്മ ഉപ്പാ, മരിച്ചു പോകണ്ടേ? ഖബറിൽ കിടക്കുമ്പോൾ നമ്മുടെ റബ്ബിനെ കുറിച്ചുള്ള ചോദ്യം വരുമ്പോൾ അതേ റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസം നമ്മൾ അല്ലാഹുവേന്ന് വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ പറഞ്ഞ വിശ്വാസങ്ങളൊക്കെയുണ്ട്. അതേ വിശ്വാസങ്ങളാണ് അല്ലാഹുവിൻ്റെ മാത്രം ഗുണങ്ങളായ അതേ വിശ്വാസങ്ങളാണ് മറ്റുള്ളവരോട് വിളിച്ച് തേടുമ്പോൾ ഈ തേടുന്നവരുടെ മനസ്സിലുള്ളത്. ഇത് അല്ലാഹ് പൊറുക്കുമോ? റബ്ബത് പൊരുത്തപ്പെട്ട് തരുമോ? ഗൗരവത്തോടെ ചിന്തിച്ചോളൂ. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ചില ആളുകൾ പറയും നിങ്ങൾ പറയുന്നതൊക്കെ കാര്യം തന്നെയാണ്, നിങ്ങൾ പറയുന്നതാ ശരിയെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷേ നിങ്ങൾ പറയുന്നത് പോലെ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് അങ്ങ് വന്ന് ഞങ്ങൾ ഈ വിശ്വാസവും ഉറൂസും ജാറോം ദർഗയൊക്കെ അങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ നിങ്ങളുടെ കൂട്ടത്തിൽ അങ്ങ് വന്നാൽ ഞങ്ങൾ ഒറ്റപ്പെടൂലേ? നാട്ടുകാർ ഞങ്ങളെ പിന്നെ തിരിഞ്ഞു നോക്കില്ലല്ലോ, വീട്ടുകാർ ഒറ്റപ്പെടുത്തൂലേ, നാട്ടിൽ പ്രയാസമാകൂലേ, കുടുംബത്തിൻ്റെ ഇടയിൽ ഒറ്റപ്പെടൂലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സത്യം മനസ്സിലാക്കിയിട്ടും സത്യത്തിൻ്റെ മാർഗത്തിലേക്ക് വരാതെ മാറി നിൽക്കുന്ന വല്ലവരുമുണ്ടോ? ഉണ്ടെങ്കിൽ ഞാൻ വിനീതമായി ഒരു കാര്യം പറയട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഇന്ന് നമ്മളുടെ ശ്വാസം അങ്ങ് നിലച്ചു കഴിഞ്ഞാൽ ബന്ധപ്പെട്ട ആളുകൾ നമ്മെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബറിലേക്ക് അങ്ങ് വെച്ച് തിരിച്ചു പോരുമ്പോ അവിടെ കൂട്ടിന് നിങ്ങൾ ഈ പറയുന്ന പാർട്ടിക്കാരുണ്ടാകുമോ? നിങ്ങളുടെ കുടുംബമുണ്ടോ? ഭാര്യക്ക് ഭർത്താവ് തുണയുണ്ടോ? ഭർത്താവിന് ഭാര്യയുണ്ടോ? പാപ്പാക്ക് മക്കളുണ്ടോ? മക്കൾക്ക് പാപ്പയുണ്ടോ? ആരാടോ ഉള്ളത്? എനിക്കെൻ്റെ അമലേ ഉണ്ടാവുകയുള്ളൂ. അവിടെ അല്ലാഹുവിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ആ റസൂലിനെ കുറിച്ച് ചോദിക്കുമ്പോൾ, ദീനിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളെയൊക്കെ പേടിച്ചിട്ട് ഞാൻ റബ്ബിനെ കുറിച്ചൊന്നും ശരിക്കും അങ്ങോട്ട് മനസ്സിലാക്കാതെ ഞാൻ റബ്ബിനെ പോലെ മറ്റുള്ളവരോടും വിളിച്ച് തേടി മലക്കുകളെ ശിക്ഷിക്കല്ലേ എന്ന് ഖബറിൽ കിടന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടാകുമോ? നല്ലോ
നല്ലോണം ആലോചിച്ചോളൂ. അതേപോലെ തന്നെ ചില ആളുകൾ പറയുകയാണ്, പ്രായമായില്ലേ, 60-70 വയസ്സായി, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോകട്ടെ, ഇനി ഇങ്ങനെ അങ്ങ് മരിച്ചാൽ മതി എന്നാണോ? ഓ പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് സത്യം ബോധ്യമായത് നിങ്ങൾക്ക് 100 വയസ്സ് കഴിഞ്ഞിട്ടാണെങ്കിലും ഓർത്തു വെച്ചോളൂ, മുഅ്മിനായി മരിക്കാൻ കഴിഞ്ഞാൽ മരണത്തിൻ്റെ തൊട്ട് മുമ്പുള്ള സെക്കൻഡിലെങ്ങാനും യഥാർത്ഥ മുവഹിദായി, യഥാർത്ഥ വിശ്വാസിയായി അല്ലാഹ് പറഞ്ഞതുപോലെ വലാ തമൂതുന്ന, നിങ്ങൾ മരിച്ചു പോകല്ലേ, ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, മുസ്ലിമീങ്ങളായി കൊണ്ടല്ലാതെ മരിച്ചു പോകല്ലേ എന്ന് പറഞ്ഞില്ലേ? ആ സമയത്തെങ്കിലും ഒന്ന് സത്യം മനസ്സിലാക്കി ഒന്ന് കാര്യം ചിന്തിച്ചാൽ രക്ഷപ്പെടും എന്ന് മനസ്സിലാക്കിക്കോ. അതല്ലെങ്കിലോ മുത്തു മുസ്തഫായുടെ മൂത്താപ്പയായിട്ട് പോലും അബൂ താലിബ് കാഫിറായിട്ടല്ലേ മരിച്ചു പോയത്? അള്ളാന്റെ റസൂൽ അയാൾ മരിക്കുന്ന നേരത്തും പോയി പറഞ്ഞു നോക്കി, യാ അമ്മി, എൻ്റെ പ്രിയപ്പെട്ട മൂത്താപ്പാ, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഒന്ന് പറഞ്ഞു മരിക്കോ. അവസാനം പോലും ആ സമയത്ത് അവിടെ കൂടിയ മൂപ്പന്മാര്, കാക്കകാരണവന്മാരവിടെ തലക്കും ഭാഗത്തിരിക്കുന്നുണ്ട്. അവര് പറഞ്ഞു, നിങ്ങൾ ഇപ്പം ഈ സമയത്ത് അങ്ങോട്ട് മാറിയാൽ നിങ്ങൾ മരിച്ചാൽ പിന്നെ നാട്ടുകാർ പറയും അബൂ താലിബ് പാരമ്പര്യം മറന്നു, കാക്കകാരണവന്മാരെ ഒഴിവാക്കിയവനാണ്, വാപ്പമാരെ തള്ളിയവനാണ് എന്ന് നിങ്ങൾക്ക് ശേഷം നിങ്ങളുടെ പിന്നീടുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് അതൊന്നും കേൾക്കണ്ട, നമ്മൾ മുമ്പ് ആചരിച്ച മതത്തിൽ തന്നെ ഉറച്ചു നിന്നോ എന്ന് അബൂ താലിബിൻ്റെ തലക്ക് ഭാഗത്തിരുന്നു കൊണ്ട് അബൂജഹിലടക്കമുള്ള ആളുകൾ ഓതിക്കൊടുക്കുമ്പോ അത് കേട്ടിട്ട് അള്ളാന്റെ റസൂലിന്റെ വാക്ക് കേൾക്കാതെ അബൂ താലിബ് അങ്ങ് ജീവൻ പോവുകയാണ്. അയാളങ്ങ് മരിച്ചുപോയി. മുത്തു മുസ്തഫാക്കുണ്ടായ സങ്കടത്തിന് കണക്കുണ്ടോ? ആ നേരത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അതാ വഹയും കൊണ്ടുവരികയാണ്, നബിയേ നിങ്ങൾ വിഷമിക്കരുത്, നിങ്ങൾ കരയരുത് നബിയേ, അയാൾ കാഫിറായി മരിച്ചു പോയതിൽ നിങ്ങൾക്ക് വിഷമമുണ്ട് അറിയാം, പക്ഷേ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദീ മൻ യശാ. നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയൊക്കെ നേർവഴിയിൽ കൊണ്ടുവരാനൊന്നും നിങ്ങളെ കൊണ്ട് പറ്റൂല നബിയേ, അള്ളയാണ് ഹിദായത്ത് കൊടുക്കേണ്ടവൻ. ചിന്തിക്ക് പ്രിയമുള്ള ചെറുപ്പക്കാരെ, ഉപ്പമാരെ, ഉമ്മമാരെ, ആലോചിക്ക്. ഒരാൾക്ക് നേർവഴി കൊടുക്കാൻ ലോകത്ത് ഒരു പടപ്പിനെ കൊണ്ടും കഴിയൂല. അള്ളാന്റെ റസൂലിനെ കൊണ്ട് പോലും ഒരാളെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിയൂല. പറഞ്ഞു കൊടുക്കാനേ കഴിയൂ, ഉപദേശിക്കാനേ കഴിയൂ. സ്വന്തം മൂത്താപ്പയോട് പറഞ്ഞിട്ട് പോലും അയാൾക്ക് ഹിദായത്ത് കൊടുക്കാൻ നബി തങ്ങൾക്ക് സാധിച്ചില്ലല്ലോ. അവിടുത്തേക്ക് നല്ല വിഷമമുണ്ടായില്ലേ? അല്ല സമാധാനിപ്പിക്കുകയല്ലേ ചെയ്തത്. വിഷമിക്കണ്ട നബിയേ, നിങ്ങൾ ഇഷ്ടപ്പെടുന്നവരെയൊന്നും നേർവഴിയിൽ കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് പറ്റൂല. എന്നിട്ടാണ് ഇവിടെ ചില ആളുകൾ മുഹീദ്ദീൻ ശൈഖ് നമ്മളെ രക്ഷപ്പെടുത്തും, മുഹീദ്ദീൻ ശൈഖ് നമ്മളെ നേർവഴിയിലാക്കും, മുഹീദ്ദീൻ ശൈഖ് നമ്മളെ ഹിദായത്തിലാക്കും എന്ന് പറഞ്ഞുകൊണ്ട് മുഹീദ്ദീൻ ശൈഖിനോട്, മുഹീദ്ദീൻ ശൈഖിൻ്റെ പേരിൽ ഖുത്ബിയത്ത് ചൊല്ലുന്ന ആളുകൾ ശൈഖിനെ വിളിച്ച് തേടുന്ന വരി കേട്ടിട്ടില്ലേ? ബസ്സിർ ഫുആദി സിറാത്തൻ അൻത സാലികുഹു ഫല്ലാഹു അഅതാകഹു വഅൻത മാലികുഹു വനജ്ജിഹി മിൻ ലദാ ഫീഹാ മഹാലികുഹു സുൽത്താന കുല്ലി വലി മുഹിയദ്ദീനി.
ഇതാണ് ചൊല്ലിയിട്ടാണ് പിന്നെ ആൾക്കാർ യാ മുഹിയദ്ദീനി യാ മുഹിയദ്ദീനി എന്ന 1000 തവണ മുഹീദ്ദീൻ ശൈഖിനെ വിളിച്ച് തേടുകയാണ്. എന്താ പറയുന്നത്? ഓ ശൈഖേ, നിങ്ങൾ പ്രവേശിച്ച ആ സന്മാർഗത്തിലേക്ക് എന്നെയും നിങ്ങൾ പ്രവേശിപ്പിക്കണേ, എൻ്റെ ഹൃദയത്തിന് വെളിച്ചം തരണേ, നരകത്തിയിൽ നിന്ന് എന്നെ രക്ഷിക്കണേ. ഇതാരോട് മാത്രം തേടേണ്ട കാര്യമാണ്? അല്ലാഹുവിനോട് മാത്രമേ തേടാൻ പാടുള്ളൂ. മുസ്തഫാക്ക് വരെ ഒരാളുടെ മനസ്സ് മാറ്റാൻ കഴിയൂലാന്ന് ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തന്നില്ലേ? ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ലാഹുവിനോടാണ് നബി തങ്ങൾ തേടിയത്, അമ്പിയാക്കൾ തേടിയത്, ശുഹദാക്കൾ തേടിയത്, സ്വഹാബാക്കൾ തേടിയത്. അവരാ നമ്മുടെ മുൻഗാമികൾ. അല്ലാതെ നിങ്ങൾ പറയും പോലെ കെ അബൂബക്കർ മുസ്ലിയാരല്ല നമ്മുടെ മുൻഗാമി, കാന്തപുരം അബൂബക്കർ മുസ്ലിയാരല്ല നമ്മുടെ മുൻഗാമി, വേറെ ഏതെങ്കിലും മുസ്ലിയാക്കന്മാരല്ല നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത്. നമ്മുടെ മുൻഗാമികൾ എന്ന് പറയുന്നത് അല്ല പറഞ്ഞിട്ടുണ്ട്, അല്ല തൃപ്തിപ്പെട്ടു എന്ന് പറഞ്ഞ കുറെ നേതാക്കന്മാരുണ്ട്. വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും ബിഇഹ്സാൻ റളിയല്ലാഹു അൻഹും വറദൂ അൻഹു. അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ച ആ സ്വഹാബത്തില്ലേ, അവരെ പിൻപറ്റിയവരില്ലേ, അവരാണ് നമ്മുടെ മുൻഗാമികൾ. അവർക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ അവരാരോടാ തേടിയത്? ഒരു നബിയും റബ്ബല്ലാത്തവരോട് തേടിയിട്ടില്ല എന്ന് പറഞ്ഞില്ലേ? ഇനി അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ സഹാബിമാരുടെ ചരിത്രങ്ങൾ നോക്കൂ. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു, ചരിത്രം പഠിക്കണേ മുസ്ലിമീങ്ങളെ. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു, ഈ 2 സഹാബിമാരെയും ഞാൻ പ്രത്യേകം നിങ്ങളോട് നോട്ട് ചെയ്യാൻ വേണ്ടി പറയുന്നത് എന്തിനാ? ആ 2 സഹാബിമാരടങ്ങുന്ന ഒരു സംഘം ആളുകളെ ശത്രുക്കൾ പിടിച്ചുകൊണ്ട് പോകുന്നു. അവരെ കൊല്ലാൻ പോകുകയാണ്, ദൂരദേശത്തേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. മഹാനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന നേരമാണ്. ചിന്തിക്കൂപ്പമാരെ, ഉമ്മമാരെ, ഇതിലേറെ ഒരാൾക്ക് പ്രയാസത്തിൻ്റെ ഘട്ടം വേറെ ഏതാ ഉള്ളത്? ഒരാൾ നമ്മെ കൊല്ലാൻ പോകുന്ന നേരം, ഞാൻ അപ്പം മരിക്കും എന്ന് തോന്നുന്ന നേരം, ഇതിനേക്കാൾ എനിക്ക് സഹായം കിട്ടേണ്ട സമയം എപ്പോഴാണ്? ആ സമയത്ത് മഹാനായ ആസിം റളിയല്ലാഹു അൻഹു അതാ റഹ്മാനായ റബ്ബിനെ വിളിച്ചുകൊണ്ട് ഒരൊറ്റ സങ്കടം അങ്ങ് പറയുന്നു. എന്താ സങ്കടം പറയുന്നത്? അല്ലാഹുമ്മ, അല്ലാഹുവേ, അഖ്ബിർ അന്നാ റസൂലക, ഞങ്ങളെക്കുറിച്ചുള്ള വിവരം നിന്റെ നബിക്ക് നീ എത്തിക്കണേ. മുസ്തഫായുടെ അടുക്കൽ നിന്ന് തന്ത്രം പറഞ്ഞു കൊണ്ടുവന്നവരാണ് ഞങ്ങളെ കൊണ്ട് വന്നിട്ട് ഇവിടെ കൊല്ലാനൊരുങ്ങാണ് എന്നുള്ള വിവരം മുസ്തഫാക്കറിയില്ലല്ലോ. നബിയോട് വിളിച്ച് തേടുകയല്ല അവർ ചെയ്യുന്നത്, അള്ളാനോടാ പറയുന്നത്. അല്ലെങ്കിൽ ആസിം റളിയല്ലാഹു അൻഹുവിന് പറഞ്ഞൂടായിരുന്നോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ, ഞങ്ങൾ അപകടത്തിലാണ്, എന്നെ കൊല്ലാൻ പോവുകയാണ്, അങ്ങ് എൻ്റെ കൈ പിടിക്കണേ, ഓടിവരണേ, രക്ഷപ്പെടുത്തണേ. മഹാനായ ആസിം റളിയല്ലാഹു അൻഹു എന്തുകൊണ്ട് അങ്ങനെ ചോദിച്ചില്ല? മറിച്ച് ആ ആസിം റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നത്? അള്ളാനോട് ഏൽപ്പിക്കുകയാണ്. അല്ലാഹുമ്മ, അല്ലാഹുവേ, അഖ്ബിർ അന്നാ, ഞങ്ങളിപ്പോൾ അകപ്പെട്ട ഈ കഷ്ടപ്പാടും വിഷമവും, ഞങ്ങളെ ഇതാ കൊല്ലാൻ പോകുന്ന നേരമാണെന്ന വിവരം നിന്റെ നബിക്ക് നീ അറിയിച്ചു കൊടുക്കണേ. അത് അറിയിച്ചു കൊടുക്കാൻ, മദീനത്തുള്ള നബിക്കത് അറിയിച്ചു കൊടുക്കാൻ, ദൂരദേശത്തുള്ള നബിക്കത് അറിയിച്ചു കൊടുക്കാൻ, മക്കയിലുള്ള നബിക്കത് അറിയിച്ചു കൊടുക്കാൻ, എവിടെയാണോ മുസ്തഫയുള്ളത് അത് അറിയിച്ചു കൊടുക്കാൻ ഞങ്ങളുടെ വശം ഇവിടെ സംവിധാനങ്ങളില്ല. അല്ലാ, നീ അത് അറിയിക്കണേ. നോക്കൂ നിങ്ങൾ, ഇതേ കാര്യം ഖുബൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെയും ശത്രു കൊല്ലാൻ നിൽക്കുകയാണ്. ആ സമയത്തും മഹാനവറുകളും തേടുന്നത് എന്ത് തന്നെയാണ്? അല്ലാഹുമ്മ, അല്ലാഹുവേ,
ഇന്നാ ഖദ് ബല്ലഗ്നാ റിസാലത റസൂലിക, നിന്റെ റസൂല് ഞങ്ങളോട് ലോകത്തോട് എന്ത് പറയാനാണോ പഠിപ്പിച്ചതെങ്കിൽ അത് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾ ശ്രമിച്ചവരാണ്. പക്ഷേ ശത്രുക്കളിതാ ഞങ്ങളെ പിടിച്ചിരിക്കുന്നു. അവരിതാ പ്രഭാതത്തിൽ ഞങ്ങളെ കൊല്ലാൻ പോകുന്നു. മഹാനവറുകളുടെ ദുആ കേട്ടോ അല്ലാഹുവോട്, ഫബല്ലിഗ്ഹുൽ ഗദാ, പ്രഭാതത്തിൽ ആ നബിക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. മാ യുസ്നഉ ബിനാ, ഈ ശത്രുക്കൾ ഞങ്ങളെ കൊണ്ട് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നിന്റെ നബിക്ക് വിവരം കൊടുക്കണേ. അങ്ങനെ ഹുബൈബ് റളിയല്ലാഹു അൻഹുവിനെ, ആസിം റളിയല്ലാഹു അൻഹുവിനെയൊക്കെ ശത്രുക്കൾ കൊല്ലുകയാണ്. ആ സ്പോട്ടിൽ തന്നെ മുത്ത് മുസ്തഫാക്ക് വിവരം കിട്ടുന്നു. അല്ലാഹ് വഹി അറിയിച്ചു കൊടുക്കുന്നു, നബിയേ നിങ്ങളുടെ അനുചരന്മാര് അവിടെ വെച്ച് വധിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്ക് പ്രിയമുള്ളവരെ, ആസിം റളിയല്ലാഹു അൻഹുവിന് എന്തേ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്തിൽ വിശ്വാസല്ലേ, കറാമത്തിൽ വിശ്വാസല്ലേ? എന്തിനാ അള്ളാഹിനോട് അത് എത്തിക്കാൻ ഏർപ്പാട് ചെയ്തത്? നേരിട്ടങ്ങ് വിളിച്ചൂടായിരുന്നോ? ഈ രണ്ട് സഹാബിമാർക്കും യാ റസൂലല്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലേ എന്ന് പറഞ്ഞ് ഒന്ന് സഹായം തേടിക്കൂടായിരുന്നോ? എന്തുകൊണ്ട് അവർ സഹായം തേടിയില്ല? അവർക്കറിയാം മുത്ത് മുസ്തഫ അവരെ പഠിപ്പിച്ച ആശയത്തിന് അത് എതിരാകും. അതുകൊണ്ട് തന്നെ അവരെ അള്ളാഹിനോട് മാത്രമാണ് വിളിച്ച് തേടിയത്. അതേ അവസരത്തിൽ ഇന്നിതാ നൂറുകൂട്ടം കാര്യങ്ങൾക്ക് വേണ്ടി അവർ അള്ളാഹുവിനോടല്ല തേടുന്നത്. ഏത് പാപം ചെയ്താലും നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ പ്രിയമുള്ളവരെ? നമ്മൾ മദ്രസ പാഠപുസ്തകങ്ങളിൽ നിന്ന് വരെ പഠിച്ചിട്ടുള്ളതല്ലേ, തൗബ ചെയ്യൽ നിർബന്ധമാണ്. തൗബയുടെ ഷർത്തുകൾ എന്താണ്? അള്ളാഹുവിനോട് കരഞ്ഞു പറയലല്ലാതെ, പാപങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കലല്ലാതെ, ഏത് തെറ്റ് നമ്മൾ ചെയ്താലും ആദ്യം മദീനത്തേക്ക് വിളിച്ചിട്ട് ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് നബിയേ, അങ്ങയോട് ഞാൻ ആവലാതി പറയുന്നു നബിയേ, എൻ്റെ പാപം പൊറുക്കണേ നബിയേ എന്ന് മദീനത്തേക്ക് വിളിച്ചു പറയണമെന്നാണ് ഈ മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പറയുന്നത്. മാത്രമല്ല അവരിങ്ങനെ എല്ലാ ഇടങ്ങളിലും സ്റ്റേജ് കെട്ടിയിട്ട് വലിയ ലൈറ്റുകളൊക്കെ ഇട്ടിട്ട് മുസ്ലിയാക്കന്മാർ കൂട്ടഗാനമേള നടത്തുകയാണ്. ആ ഗാനമേളയിൽ അവർ അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് പച്ചയായി പറയുന്നത് എന്താണ്? നബിയേ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. ഒരു മുസ്ലിം അല്ലാഹുവിനോടല്ലേ ഇത് പറയേണ്ടത്? റബ്ബേ ഹറാമേറെ കണ്ട കണ്ണാണ്, പലവിധ തിന്മകൾക്കും അടിമയാണ്. ഇതാരോടാ പറയേണ്ടത്? റബ്ബിനോട് മാത്രം പറയേണ്ട കാര്യം റസൂലുള്ളാഹിനെ വിളിച്ച് തേടുകയാണ്. തീർന്നിട്ടില്ല, ഇനിയും നോക്കൂ നിങ്ങൾ. ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ്, ഇനി ഞാൻ ചെയ്യുകില്ല യാ ഹബീബല്ലാഹ്. മുസ്ലിയാക്കന്മാർ സ്റ്റേജ് എന്ന് പാടുകയാണ്. ഒരു മുസ്ലിമിനെ അത് ചെയ്യാൻ പാടുണ്ടോ? മുസ്ലിം ഏത് സമയത്തും റഹ്മാനായ റബ്ബിനോടല്ലാതെ തൗബ ചെയ്യുന്നുണ്ടോ? റബ്ബേ, നീയാണ് എൻ്റെ പാപം പൊറുക്കേണ്ടത്, എൻ്റെ എല്ലാ പാപങ്ങളും പൊറുത്തു തരണേ, നരകത്തിയിൽ നിന്ന് രക്ഷിക്കണേ, ഇനി ഞാൻ പാപങ്ങളൊന്നും ചെയ്യൂല നബിയേ, എൻ്റെ പാപങ്ങളെല്ലാം പൊറുക്കണേ. ഇത് വിശ്വാസിയാണെങ്കിൽ അള്ളാഹുവിനോട് മാത്രമാണ് പറയേണ്ടത്. അതാരാ പഠിപ്പിച്ചു തന്നത്? മുത്ത് മുസ്തഫ അതാ പഠിപ്പിച്ചു തന്നത്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന ദുആ നിങ്ങൾ പഠിക്കണം. നിത്യജീവിതത്തിൽ
2 തവണയെങ്കിലും, ഒരിക്കൽ പകലിൽ 1 തവണ, രാത്രിയിൽ 1 തവണ അല്ലാഹുമ്മ അൻത റബ്ബി ലാ ഇലാഹ ഇല്ലാ അൻത ഖലഖ്തനീ വ അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു എന്നിങ്ങനെ തുടങ്ങിയ സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് പറയുന്ന ദുആയുണ്ട്. അതിൽ അല്ലാഹുവിനോട് മാത്രമാണ് നമ്മൾ സങ്കടം പറയുന്നത്. പാപം പൊറുക്കാൻ റബ്ബിനോട് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതൊരാൾ രാവിലെയും അതുപോലെ തന്നെ പകലും രാത്രിയുമൊക്കെ ചൊല്ലിയിട്ട് അവനെങ്ങാനും ആ പകലോ രാത്രിയോ മരണപ്പെട്ടു പോയാൽ അവൻ സ്വർഗക്കാരനായിട്ടാണ് മരണപ്പെടുന്നതെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ നിങ്ങൾ, ആ സ്ഥാനത്ത് ഇവരാരെയാ വിളിച്ച് തേടുന്നത്? നബിയോട്. നബിയേ, എൻ്റെ പാപം പൊറുക്കണം, ഇവനൊരു പാപിയാണ് എന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് മൗലവിമാർ സ്റ്റേജിൽ നിന്ന് കരയുക. റസൂലുള്ളാഹിനെ വിളിച്ചിട്ട് കരയുക. നബിയേ, പാപമേറെ കണ്ട കണ്ണാണ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിക്കരയുക. ഇനി ഞാൻ ചെയ്യുകില്ല യാ റസൂലല്ലാഹ് നബിയോട് പറയാ. ഇവനൊരു തൗബ തരുമോ യാ റസൂലല്ലാഹ് കരഞ്ഞു ചോദിക്കുക. ഇനി ഞാൻ തെറ്റുകൾ ചെയ്യൂല നബിയേ എന്ന് നബി തങ്ങളോട് കരഞ്ഞു പറയാ. ആരാടോ നിനക്കത് പഠിപ്പിച്ചതെന്നത്? നിങ്ങൾ വിളിച്ച് തേടിക്കൊണ്ടിരിക്കുന്ന മുത്തു മുസ്തഫയെങ്ങാനും ഇന്ന് നിങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി വരികയാണെങ്കിൽ അത് സഹിക്കുമോ, പൊറുക്കുമോ? അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ കയറി ചെന്നിട്ട് ചോദിക്കുകയാണ്, നബിയേ, എനിക്ക് നിസ്കാരത്തിലും പുറത്തുമൊക്കെ പ്രാർത്ഥിക്കാൻ ഒരു ഇസ്തിഗ്ഫാറിൻ്റെ ദുആ പഠിപ്പിച്ചു തരണം എന്ന് പറഞ്ഞപ്പോൾ, അബൂബക്കറേ, നീ എന്നെ വിളിച്ചിട്ടാ തേടേണ്ടത്, എന്നോടാ പാപം പൊറുക്കാൻ തേടേണ്ടത് എന്നാണോ പഠിപ്പിച്ചു കൊടുത്തത്? അല്ല, മറിച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അബൂബക്കറേ, നീ ഇങ്ങനെ പ്രാർത്ഥിച്ചോ. എങ്ങനെ? اللهم إني ظلمت نفسي ظلما كثيرا ولا يغفر الذنوب إلا أنت فاغفر لي مغفرة من عندك وارحمني إنك أنت الغفور الرحيم. വിശദീകരിക്കാൻ നേരല്ല. ഈ ദുആ എല്ലാ ഉമ്മാരും ഉപ്പാരും എല്ലാവരും പഠിക്കണം. നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നതിൻ്റെ മുമ്പ് ഇടയ്ക്ക് ഈ പ്രാർത്ഥനയും ചൊല്ലണം. നമ്മൾ അല്ലാഹുമ്മ ഗ്ഫിർലീ മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻത അഅലമു ബിഹി മിന്നീ അൻതൽ മുഖദ്ദിമു വ അൻതൽ മുഅഖിറു ലാ ഇലാഹ ഇല്ലാ അൻത. എത്ര മനോഹരമായ പ്രാർത്ഥനയാണ്! ഏത് പാപങ്ങളെക്കുറിച്ചായി ഇനി അതിൽ പറയാൻ ബാക്കിയുള്ളത്? എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് അല്ലാഹുവിനോട് പൊറുത്തു തരണേ എന്നുള്ള തേട്ടമല്ലേ അത്? എന്തുകൊണ്ടാ മുത്ത് മുസ്തഫ അങ്ങനെ പഠിപ്പിച്ചു തരുന്നത്? ലോകത്ത് പാപം പൊറുക്കാൻ ആരുണ്ടടോ അല്ലാഹയല്ലാതെ? ഇതെൻ്റെ ചോദ്യമല്ല, അല്ലാഹുടെ ചോദ്യമാണ്. വമൻ യഗ്ഫിറു ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹയല്ലാതെ പാപം പൊറുക്കുന്നവൻ ആരുണ്ടടോ? ഇത് ഖുർആനിൻ്റെ ചോദ്യമാണ്. അപ്പം നാട്ടിലെ മൗലവിമാർ പറയാ, ഞങ്ങളുണ്ട്, ഞങ്ങളുടെ ഔലിയാക്കന്മാരുണ്ട്, ഞങ്ങളെ ബീവിമാരുണ്ട്, ഇവർ ഞങ്ങൾക്കൊക്കെ പുറത്തു തരും, ഇതിനൊക്കെ ഒരിക്കൽ കഴിവെടുത്താണ്. അള്ളാനെ വെല്ലുവിളിക്കുന്ന പരിഹസിക്കുന്ന ആളുകളായിട്ട് അതപ്പതിച്ചു പോയില്ലേ? അതുകൊണ്ട് ഗൗരവത്തോടെ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്, ദുആകൾ അഖിലവും നമുക്ക് റബ്ബിനോട് മാത്രമേ പാടുള്ളൂ. മറ്റുള്ളവരെയൊക്കെ ബഹുമാനിക്കണം, ആദരിക്കണം. അമ്പിയാക്കളെ ബഹുമാനിക്കണം, ഔലിയാക്കളെ ബഹുമാനിക്കണം, ആദരിക്കണം, സ്നേഹിക്കണം. അതിൻ്റെ അർത്ഥം സ്നേഹമാകണമെങ്കിൽ അവരെ വിളിച്ച് തേടണമെന്നല്ല. അവരെ വിളിച്ച് തേടിയാൽ അല്ലാഹ് പൊറുക്കൂല. അതുകൊണ്ട് ഔലിയാക്കളെ നിഷേധിക്കുന്നത് കൊണ്ടല്ല ഇതൊന്നും പറയുന്നത്. ഔലിയാക്കൾ ലോകത്തുണ്ട്, പക്ഷെ അവർ മര്യാദക്ക് നടക്കുന്ന ആളുകളായിരിക്കും. ഇവർ പറയും പോലെ നിസ്കരിക്കാതെ മുറുക്കാൻ ചണ്ടിയും ഇങ്ങനെ ചവച്ചിട്ട് മുറുക്കാനും അതുപോലെ തന്നെ ബീഡിയും വലിച്ചിട്ട് അങ്ങനെ നടക്കുന്ന ചില അരപ്പിരിൽ ഊസന്മാരായ ആളുകളല്ല. അള്ള പരിചയപ്പെടുത്തുന്ന ഔലിയാക്കന്മാർ പടച്ചവരെ പേടിയുള്ളവരാണ്. അവരിലൂടെ കറാമത്തുകളും ഉണ്ടാകും.
അവരിലൂടെ കറാമത്തുണ്ടാകുമ്പോൾ അതിൻ്റെ കഴിവ് അവർക്ക് അല്ലാഹു കൊടുത്തിട്ടല്ല. കറാമത്തുകൾ ആരിൽ നിന്നെങ്കിലും പ്രകടമായാൽ ആ കറാമത്ത് ആരിലൂടെയാണോ നമ്മൾ കണ്ടതെങ്കിൽ അയാളോടല്ല നമ്മൾ തേടേണ്ടത്, മറിച്ച് ആ കറാമത്ത് നൽകിയവനാരോ അത് അല്ലാഹു മാത്രമാണ്. ആ അല്ലാഹുവിനോടാണ് നമ്മൾ നമ്മുടെ കാര്യം ചോദിക്കേണ്ടത്. നിങ്ങൾ ആലോചിക്ക്, പരിശുദ്ധ ഖുർആനിൽ ഒരു ബീവിയുടെ ചരിത്രമില്ലേ? ഖുർആൻ പേരെടുത്ത് പറഞ്ഞ ഏക ബീവി ആരാ? മറിയം ബീവി. മറിയം എന്ന പേരിൽ ഒരു സൂറത്തുണ്ട്. ആ മറിയം ബീവിയുടെ ചരിത്രത്തിൽ കാണാം, മറിയം ബീവിയെ പള്ളിയിലാണ് വളർത്തുന്നത്. പള്ളിയിൽ വളർത്തുമ്പോൾ സക്കരിയ നബിയാണ് മറിയം ബീവിയെ പള്ളിയിൽ വളർത്തുന്നത്. സക്കരിയ നബി പള്ളിയിലേക്ക് ചെന്നു നോക്കുമ്പോൾ മറിയം ബീവിയുടെ സമീപത്തതാ ആ കാലത്ത് നാട്ടിൽ കിട്ടാത്ത ഫ്രൂട്ട്സുകളും പഴങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളും ഇങ്ങനെ നിറഞ്ഞിരിക്കുന്നു. അത്ഭുതത്തോടുകൂടി നബിയായ സക്കരിയ നബി ചോദിക്കുകയാണ്, മറിയം ബീവിയോട് ചോദിക്കുകയാണ്, അന്നാ ലക്കി ഹാദാ, മറിയമേ എവിടുന്നാ നിനക്കിതൊക്കെ ഇപ്പൊ കിട്ടിയത്? ആരാ ഇതൊക്കെ തന്നത്? ആ മഹദി പറയാണ്, ഇത് അല്ലാഹു തന്നതാണ്, അല്ലാഹു തന്നതാണ് എന്നങ്ങ് പറഞ്ഞപ്പോ സക്കരിയ നബിയാണെങ്കിൽ ഒരുപാട് കാലമായി ഒരു മോഹം കൊണ്ട് നടക്കുകയാണ്. ഒരു കുഞ്ഞിക്കാല് കാണാൻ പറ്റിയിട്ടില്ല, ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. മറിയം ബീവിയുടെ സമീപത്ത് ഈ കറാമത്ത് കണ്ടപ്പോ നമ്മുടെ മുസ്ലിയാക്കന്മാരാണെങ്കിൽ എന്താ ചെയ്യാ? ഒരത്ഭുതം കണ്ടാൽ അവിടെ അങ്ങ് ചാടി വീണിട്ട് ആളുടെ കാലുമുത്തും, അയാളെ പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ച് ചുംബിച്ച് കാലി നക്കി, അതുപോലെ തന്നെ പലതും ചെയ്ത്, ബീവിയെ എനിക്കൊരു കുട്ടീനെ തരണേ, എൻ്റെ രോഗം മാറ്റണേ എന്നൊക്കെയല്ലേ ഇവർ പറയും പോലെയാണെങ്കിൽ അവർ ചെയ്യുക. അതേ അവസരത്തിൽ അള്ളാന്റെ ഖുർആൻ എന്താ പറയുന്നത്? സക്കരിയ നബി അത്ഭുതം കണ്ടപ്പോ, എങ്കിൽ ഇതൊരു ചാൻസാണല്ലോ, ഓ മറിയമേ എനിക്കൊരു കുഞ്ഞിനെ തരണേ എന്ന് മറിയം ബീവിയോടാണോ തേടിയത്? അല്ല, ഖുർആൻ നോക്ക്, കുല്ലമാ ദഖല അലൈഹാ സക്കരിയൽ മിഹ്റാബ് വജദ ഇൻദഹാ റിസ്ഖാ ഖാല യാ മറിയം അന്നാ ലക്കി ഹാദാ قالت هو من عند الله إن الله يرزق من يشاء بغير حساب. ഉടനെ പറഞ്ഞ വാചകം നോക്ക്, ഹുനാലിക ദഅ സക്കരിയ റബ്ബഹു. വാചകം ശ്രദ്ധിച്ചോ? അറബി പ്രാഥമികമായെങ്കിലും അറിയാവുന്നവർ കേട്ട് പഠിച്ചു നോക്ക്. ഹുനാലിക അവിടെ വെച്ചതാ സക്കരിയ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു. ആരോട്? മറിയമ എന്നല്ല, റബ്ബഹു, തദ് റബ്ബിനെ വിളിച്ചുകൊണ്ട് തേടുകയാണ്. റബ്ബേ നീ എനിക്കൊരു സന്താനത്തെ തരണേ. മറിയം ബീവിക്കുണ്ടായ കറാമത്ത് കാണുമ്പോ സക്കരിയ നബി തേടിയത് മറിയം ബീവിയോടല്ല, മറിയം ബീവിക്ക് ആ കറാമത്ത് കൊടുത്തവനാരോ? അള്ളയല്ലേ, അള്ളാനോടാണ് തേടിയത്. ഇതാണ് സലഫികൾ പറയുന്നത്, പഠിച്ചു വെച്ചോ. അല്ലാതെ ഔലിയാക്കൾ ഇല്ലെന്നല്ല, കറാമത്ത് ഇല്ലെന്നല്ല, കറാമത്തും ഔലിയാക്കളും ഒക്കെയുണ്ട്. പക്ഷേ ആരിലൂടെ കറാമത്ത് പ്രകടമായാലും അവരോട് തേടല്ലേ, അവരോട് പ്രാർത്ഥിക്കല്ലേ, മറിച്ച് ആർക്കൊക്കെ എന്തൊക്കെ കൊടുക്കാനും കഴിവുള്ളവനായ റബ്ബിനോട് പറഞ്ഞോ. അതാണ് നമ്മൾ പറയുന്നത്. അതല്ലാതെ കണ്ട് ഇവരെയൊക്കെ തെറി വിളിക്കുന്നവരല്ല, ഇതൊക്കെ നിഷേധിക്കുന്നവരല്ല. അതേ അവസരത്തിൽ ഇവരെന്ത് ചെയ്യുന്നു? ഇവരിങ്ങനെ കുറേ മഹാന്മാരെന്ന് പറഞ്ഞു നടക്കുന്ന ആളുകൾ നിസ്കരിക്കുന്നത് കാണൂല പോലും, അവർക്ക് 40 തടിയാണ് പോലും,
300 തടിയാണ് പോലും. ഇവിടെ നിസ്കരിക്കുന്നത് കാണൂല. മൂപ്പരെ തടി ഇവിടെ ചായയും കുടിച്ചിട്ട് മടവൂരിലുണ്ടാകും. നോമ്പ് നോൽക്കൂല. നോമ്പ് നോൽക്കുന്ന ആളുകൾക്ക് ചായ കൊടുത്തിട്ട് നോമ്പ് മുറിപ്പിക്കും. നിസ്കരിക്കുന്നത് കാണൂല. കാരണം മൂപ്പര് ഹറമിലാണത്രേ 5 നേരവും ജമാഅത്തിന് പോകുന്നത്. ഓ, എത്രയെത്ര കള്ളമാണ് ഈ സമൂഹത്തോട് ഇവർ പറഞ്ഞു പറ്റിച്ചത്. ഇതും വിശ്വസിക്കാൻ ആളുണ്ടായല്ലോ. 5 നേരവും ഇവരൊക്കെ മക്കത്ത് കാണത്രേ പോകുന്നത്. മദീനത്താണത്രേ നിസ്കരിക്കുന്നത്. ഇവിടെ നിസ്കരിക്കുന്നത് കാണൂല. ഇവർ റമദാനിൽ പോലും കഞ്ചാവടിച്ച് നടക്കുന്നു, കള്ളു കുടിക്കുന്നു, അന്യ സ്ത്രീകളെ കൊണ്ട് കാല് തടവിക്കുന്നു. പല പ്രവർത്തനങ്ങളും ചെയ്താലും മിണ്ടാൻ പാടില്ല, ഔലിയപ്പാപ്പയാണ് ഗുരുത്തക്കട് പറ്റും എന്ന് പറഞ്ഞ് ഇങ്ങനെ പറ്റിക്കുന്ന നിങ്ങളുടെ അത്തരത്തിലുള്ള വ്യാജന്മാരില്ലേ, അവരെ സലഫികൾ അംഗീകരിക്കുന്നില്ല. മറിച്ച് അല്ലാഹുവിനെ വഴിപ്പെട്ട് ജീവിക്കുന്ന മുത്തഖീങ്ങളായ ഔലിയാക്കൾ ലോകത്ത് ഏത് കാലത്തും ഉണ്ടാകും. അവരിലൂടെ അത്ഭുതങ്ങളും സംഭവിക്കും. അതിനൊന്നും ഇവിടെ സംശയമേ ഇല്ല. പിന്നെ എന്ത് ചെയ്യുന്നു? ബഹുമാനിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഒരാളാണ് മരിച്ചു കിട്ടിയാൽ മതി, ഉടനെ യഥാ ദർഗ വെക്കുകയാണ്, ജാറമിങ്ങനെ ഉയർത്തുകയാണ്. ഒരൊറ്റ മുസ്ലിമിൻ്റെ ഖബറും ഭൂമിയുടെ സമതലത്തിൽ നിന്ന് ഒരു ചാണിലപ്പുറം ഉയർത്തിക്കൂടാ. അത് പഠിച്ചു വെച്ചോ. അത് സർവ്വ മുസ്ലിമിനും ബാധകമായ നിയമമാണ്. നബിമാരാണെങ്കിൽ പോലും അങ്ങനെയാണ്. വഫാത്തായി കഴിഞ്ഞാൽ അവരുടെ ഖബർ ഭൂമിയിൽ നിന്ന് ഒരു ചാണുയരത്തിൽ അപ്പുറം പൊക്കാൻ പാടില്ല. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ഖബർ, കൂടെ കിടക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, അതേ ചാരത്ത് തന്നെ മറവിട്ടിട്ടുള്ള ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ, 3 ഖബറുകളും ഇന്ന് മദീനയിലെ ഒരു കെട്ടിനകത്തുണ്ടല്ലോ. അതൊരാൾക്കും ഇന്ന് കാണാൻ കഴിയാത്ത നിലക്ക് 4-5 മറകൾ കൊണ്ട് ഭദ്രമാക്കി മറച്ചിട്ടുണ്ടല്ലോ. അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ കാലത്ത് ജീവിച്ച സ്വഹാബിമാര്, ശേഷം ജീവിച്ച സഹാബിമാര്, താബിഈങ്ങള്, ഇവരൊക്കെ ആ ഖബർ കണ്ടവരാണ്. ആ ഖബർ കണ്ടപ്പോൾ ഈ 3 ഖബറുകളും കണ്ട സഹാബിമാരും താബിഈങ്ങളും പറയുന്നുണ്ട്, ഒരു ചാണിലപ്പുറം ഉയർത്തപ്പെട്ടതായി ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടോ ഇന്നൊരാൾ മരിച്ചു കഴിഞ്ഞാൽ ഖബറങ്ങനെ വല്ലാതെ പൊക്കുകയാണ്, കുമ്മായമടിക്കുകയാണ്, മാർബിൾ പതിക്കുന്നു, പച്ചപ്പട്ട് വിരിക്കുന്നു, ഉറൂസ് കഴിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, ആട്ടിനെ നേർച്ചയാക്കുന്നു, കോഴിയെ നേർച്ചയാക്കുന്നു, നാളികേരവും അതുപോലെ തന്നെ പച്ചക്കറികളും അങ്ങോട്ട് നേർച്ചയാക്കുന്നു. ചില ഔലിയാക്കന്മാരൊക്കെ ജീവിതകാലത്ത് ബീഡി വലിച്ച് കഞ്ചാവ് വലിച്ച് നടന്നവരാകുമ്പോ അവരുടെ ജാറത്തിലേക്ക് പുകലയാണ് നേർച്ച, ബീഡിയാണ് നേർച്ച. കള്ളു കുടിക്കുന്ന ഔലിയാക്കന്മാരൊക്കെ മരിച്ചു പോകുമ്പോ അവരുടെയൊക്കെ ഖബറിലേക്ക് ഇവര് ഏതൊക്കെ മദ്യങ്ങളാ നേർച്ചയാക്കുക എന്ന് ഇനി നമ്മൾ ആലോചിച്ച് തലപുകയേണ്ടതില്ല. കാരണം ഇവരുടെ ഔലിയാക്കന്മാർക്ക് കള്ളു കുടിക്കുന്നതും തെറ്റല്ല. കാരണം അത് നമ്മുടെ കണ്ണിൽ മാത്രമാണത് കള്ളും കുപ്പി. നേരെ മറിച്ച് അവരത് വായിലേക്ക് അങ്ങൊഴിക്കുമ്പോഴേക്ക് അസലം മുസഫ, അത് നല്ല ശുദ്ധമായ തേനാക്കി മാറ്റുവാൻ അല്ലാഹു കഴിവുള്ളവനാണ്. അതുകൊണ്ട് ഔലിയപ്പാപ്പ കള്ളുടിക്കുന്നത് കണ്ടാലും കുറ്റം പറയാൻ പാടില്ലത്രേ. കാരണം നമ്മുടെ നോട്ടത്തിലാണത് കള്ള്. ഔലിയപ്പാപ്പാക്ക് വായിലെത്തുമ്പോഴേക്കത് തേനായിട്ടാണ് മാറുന്നത്. ഇത്തരത്തിലുള്ള പിഴച്ച വിശ്വാസങ്ങളിലേക്ക് നിങ്ങൾ ജനങ്ങളെ ക്ഷണിക്കുമ്പോ അരുത് ഉപ്പമാരെ, ഉമ്മമാരെ. ഈ മുസ്ലിയാക്കന്മാര് നിങ്ങളെ കൊണ്ടുപോകുന്നത് അല്ലാഹ് പഠിപ്പിച്ച ഇസ്ലാമിലേക്കല്ല, റസൂല് പഠിപ്പിച്ച ഇസ്ലാമിലേക്കല്ല. അവരുടെ ചില ചെകുത്താന്മാര് നിർമ്മിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള വാദങ്ങളിലേക്ക്, പുത്തൻ വാദങ്ങളിലേക്കാണ് അവർ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് രക്ഷപ്പെട്ടോ. ഇതാണ് സലഫികൾക്ക് നിങ്ങളോട് സ്നേഹത്തോടെ പറയാനുള്ളത്. മുസ്തഫായുടെ കാലത്ത് ഏത് ഖബറാ പോയി കെട്ടിപ്പൊടുത്തത്? അള്ളാന്റെ റസൂലിന്റെ കാലത്ത് ഏത് ഖബറാ നബി തങ്ങൾ ചുംബിച്ചത്?
നബിതങ്ങളുടെ കാലത്ത് ഏത് ഖബറുമ്മലാ വിളക്ക് കൊളുത്തിയത്? നബിതങ്ങളുടെ കാലത്ത് ഏത് ഖബറുമ്മലാണ് ചന്ദനത്തിരി പുകച്ചത്, പൂമാല ഇട്ടത്? ഏത് ഖബറുമ്മലാണ് സാമ്പ്രാണി പുകച്ചത്? ഏത് ഖബറുമ്മലാണ് പട്ട് വിരിച്ചത്? ഏത് ഖബറിന്റെ സമീപത്താണ് അവിടെ നേർച്ചപ്പെട്ടി സ്ഥാപിച്ചത്? പറയട്ടെ ആളുകൾ, ഏത് ഖബറിന്റെ ചരിത്രം ഉണ്ടാവുമല്ലോ. അള്ളാന്റെ റസൂല് ഇടത്തോട്ട് തുപ്പാറില്ല, മുന്നിലേക്ക് തുപ്പാറില്ല, വലത്തുഭാഗത്തേക്ക് തുപ്പാറില്ല, മുന്നിലേക്ക് തുപ്പാറില്ല, ഈ ഇടതുവശത്തേക്ക് കാലിനടിയിലേക്ക് തുപ്പല് പോലും ചെയ്യാറുള്ളൂ എന്ന് വരെ, നിസ്സാരമെന്ന് തോന്നുന്ന സുന്നത്തുകൾ വരെ രേഖപ്പെടുത്തിയ ചരിത്രത്തിൽ കാണാതിരിക്കൂലല്ലോ. അള്ളാന്റെ റസൂല് കെട്ടിപ്പൊക്കിയ ഖബറേതാ? അവിടുന്ന് പട്ടുവിരിച്ച ഖബറേതാ? അവിടുന്ന് സ്ഥാപിച്ച നേർച്ചപ്പട്ടിയേതാ? ഏത് ബദരീങ്ങളുടെ ഉഹദീങ്ങളുടെ ഖബറിങ്കലാണ് ഉറൂസ് നടത്തിയത്, ആട്ടിനെ എറുത്തത്, ഒട്ടകത്തെ എറുത്തത്, അതുപോലെ തന്നെ ബിരിയാണി വിളമ്പിയത്, നേർച്ചച്ചോറ് വിളമ്പിയത്? നിങ്ങൾ ചിന്തിക്കൂ പ്രിയമുള്ളവരെ, ആലോചിക്കാനാണ് പറയുന്നത്, അതല്ലാതെ ഒരാളെയും കുറ്റപ്പെടുത്താനല്ല. ഈ സമുദായത്തിലെ സാധാരണക്കാരായ ജനങ്ങൾ അവർ പാവങ്ങളാണ്. അവർ വിചാരിക്കുന്നത് അവരുടെ ഇത്തരത്തിലുള്ള വാട്സപ്പ് മെസ്സേജുകളൊക്കെ അയക്കുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ടല്ലോ, അവർ പറയുന്നതാണ് ദീനെന്ന് കണ്ണും പൂട്ടി അവർ വിശ്വസിച്ചതിൻ്റെ ഫലമാണിതൊക്കെ. അതുകൊണ്ട് കണ്ണു തുറന്ന് ചിന്തിച്ചോ, ഇസ്ലാം എന്താണ് പഠിപ്പിക്കുന്നതെന്ന് ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കിക്കോ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്ത് അവിടുന്ന് പഠിപ്പിച്ചു തന്ന ദീൻ എന്താണോ അതിലാണ് നമുക്കുള്ള മാതൃക. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇവർ ഈ ഉറൂസ് നടത്തുന്നത് എന്തിനാ? ഇവർക്ക് പണം കിട്ടണം. നിങ്ങൾ രാജ്യത്ത് നടക്കുന്ന ഉറൂസുകൾക്കൊക്കെ പോയിട്ട് 5 പൈസ അവിടെ നേർച്ചപ്പെട്ടിയിലിടാതെ, അവിടെ ഒരു പണപ്പിരിവും കൊടുക്കാതെ നിങ്ങളൊന്ന് തിരിച്ചു പോന്നാൽ പിറ്റേ കൊല്ലം ഉറൂസ് പൂട്ടേണ്ടി വരും. നിങ്ങൾ ആലോചിച്ചിട്ടില്ലേ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. ഇപ്പോൾ വേനൽക്കാലമാകുമ്പോൾ എല്ലായിടത്തും ഉറൂസും ആണ്ട് നേർച്ചയും ചന്ദനക്കൊടമൊക്കെ നടക്കുക. ഈ ഔലിയാക്കന്മാരൊക്കെ അങ്ങനെ പറഞ്ഞൊത്തു മരിച്ചതുപോലെയാണ്. എന്ത്? വേനൽക്കാലത്ത് മാത്രം നമ്മൾ മരിച്ചാൽ മതി, നല്ല ഉറൂസ് നടത്തുമ്പോൾ ആൾക്കാരൊക്കെ അവർക്ക് നല്ല കാശൊക്കെ ഉണ്ടാകുന്ന കാലത്ത് ഉറൂസ് നടത്തിയാൽ മതി. എല്ലാ സ്ഥലങ്ങളിലും ആളുകളുടെ കയ്യിൽ കാശുള്ള നേരം നോക്കിയിട്ടാ ഉറൂസ്. ഔലിയാക്കന്മാരൊക്കെ പറഞ്ഞ് തീരുമാനിച്ചിരിക്കുക വേനൽക്കാലത്ത് മരിച്ചാൽ മതി. റമദാൻ മാസത്തിൽ ആരും മരിച്ചിട്ടില്ല, എവിടെ ഉറൂസും ഇല്ല. അതേപോലെ തന്നെ മഴക്കാലത്ത് ഒരു ഔലിയും മരിച്ചിട്ടില്ല, അവിടെ ഉറൂസും ഇല്ല. മനസ്സിലാക്കിക്കൂടെ ഇതിൻ്റെ പിന്നിലെ ലക്ഷ്യം എന്താണ്? ജനങ്ങളുടെ ഈമാൻ പോക്കറ്റടിക്കുന്നതിനോടൊപ്പം അവരുടെ കാലിയായ കീശയുടെ ആളുകളാക്കിയിട്ട് അവരെ മടക്കി വിടുക. ഈ തട്ടിപ്പിന് നിന്നു കൊടുക്കരുത്. മറിച്ച് നിങ്ങൾക്ക് ഖബർ സിയാറത്ത് ചെയ്യണോ? അവനവൻ്റെ ബന്ധപ്പെട്ട ആളുകളും അല്ലാത്തവരുമായ എത്ര ആളുകൾ ഖബർസ്ഥാനുകളിൽ മറവിട്ട് കിടക്കുന്നുണ്ട്. അവരെ പോയിട്ട് സന്ദർശിക്ക്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്ക്. അല്ലാഹ് ഈ ഖബറാളിക്ക് പുറത്തു കൊടുക്കുന്ന ദുആ ചെയ്യ്. അവിടെ വിളക്ക് കൊളുത്തലില്ലല്ലോ, അവിടെ ജാറം മൂടലില്ലല്ലോ, അവിടെ ചന്ദനക്കുടമില്ലല്ലോ, അവിടെ ആട്ടിനറുക്കലില്ലല്ലോ, അവിടെ നേർച്ചപ്പെട്ടിയില്ലല്ലോ. സാധാരണ ഖബറുകൾ നിങ്ങളുടെ ബന്ധപ്പെട്ടവർ, നിങ്ങളുടെ ഉമ്മമാര്, ഉപ്പമാര്, ഭർത്താക്കന്മാര്, ഭാര്യമാര്, മക്കള്, എളാപ്പ, മൂത്താപ്പ, നാട്ടുകാര്, അയൽക്കാര് ആരൊക്കെ ഉണ്ടാകും, അവർക്ക് വേണ്ടി ചെന്ന് പ്രാർത്ഥിക്കുക അള്ളാഹുവിനോട്. അതാ ഖബർ സിയാറത്ത്. നമുക്കും മരണത്തിൻ്റെ ചിന്തയുണ്ടാകുവാൻ അത് നല്ലതാ. ഉറൂസിന് പോകുന്നത് അതിനു വേണ്ടിയാണോ? ഉറൂസിന് പോകുന്നത് എന്തിനാ? എരിമാട്ടേക്ക് പോകുന്നത്, മറ്റു പല സ്ഥലങ്ങളിലേക്കും പോകുന്നത് അവിടുത്തെ ഔലിയാക്ക് അല്ലാഹു തആല സ്വർഗം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനാ? അല്ല, നമ്മുടെ കാര്യം ചോദിക്കാനാ, അവരെ വിളിച്ച് തേടാനാ പോകുന്നത്. ഇങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ ഒരു സിയാറത്ത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ? ഇല്ല. ഇതിൻ്റെ പ്രിയമുള്ളവരെ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, വളരെ ഗൗരവമുള്ള കാര്യങ്ങളാണിതൊക്കെ. ഇതൊക്കെ ഇസ്ലാമികമായിട്ട് എല്ലാം സമൂഹത്തിൻ്റെ ഒരുപാട് കാര്യങ്ങളിൽ അവരെ അതിൽ നിന്നൊക്കെ പല വിധത്തിൽ പണപ്പിരിവ് നടത്തിയിട്ട്, സ്വലാത്തിൻ്റെ പേരിൽ പിരിവ്. നമ്മളെക്കുറിച്ചുള്ള ഏറ്റവും വലിയ ആരോപണം എന്താ? സ്വലാത്ത് ചൊല്ലൂല. നമ്മളെ മാതിരി സ്വലാത്ത് ചൊല്ലുന്നവരാരാ ഉള്ളത്? അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ച സ്വലാത്തുകൾ, അവിടുന്ന് പഠിപ്പിച്ച ഒരുപാട് സമയങ്ങളുണ്ട്. ആ സമയങ്ങളിൽ പ്രത്യേകം ചൊല്ലണം. അല്ലാത്ത സമയങ്ങളിലൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ ചൊല്ലണം ദിക്റുകൾ, ദുആകൾ. അതേ അവസരത്തിൽ റാത്തീബ്, കുത്താതെയുള്ള റാത്തീബ്, ഹാ ഹൂ ഹീ എന്നുള്ള കുറേ ഒച്ചകൾ, ആഹ് ആഹ് അഹ് അഹ് അഹ്
ഇതൊക്കെയല്ലേ ഓരോരുത്തർ ചെയ്യണത്. കുറേ തങ്ങൾ എന്നുള്ള പേരിലുള്ള ചില ആളുകളുണ്ട്. വടിത്തങ്ങൾ എന്ന് വരുന്ന വേറൊരുത്തൻ, ഷാവുലി തങ്ങൾ എന്നുള്ള പേരിൽ വേറൊരുത്തൻ. ഓരോരുത്തർ തുള്ളിച്ചാടി ദിക്ർ, ചാഞ്ചാട്ട ദിക്ർ, സ്പ്രിങ് ദിക്ർ, കൈകോർത്ത് ദിക്ർ, ആടിപ്പാടി ദിക്ർ, ഓടിച്ചാടി ദിക്ർ. ആരാടോ ഇത് പഠിപ്പിച്ചിരുന്നത്? അള്ളാഹിൻ്റെ റസൂലിലാണോ വിശ്വസിക്കുന്നത്? എങ്കിൽ ആ റസൂല് പറഞ്ഞതുപോലെ ജീവിക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ ഏത് ദിക്റാണ് ഓടിച്ചാടി ചൊല്ലിയത്? പറയട്ടെ ഇവര്. അള്ളാഹുവിൻ്റെ റസൂലും സഹാബിമാരും കൈകോർത്ത് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇത് ചൊല്ലിയത് എവിടെയുള്ളത്? ഏത് കിതാബിലാ ഉള്ളത്? ആര് പഠിപ്പിച്ചു തന്നു? നിങ്ങൾ ഞങ്ങളെ മറ്റുള്ളവരെ കാഫറാക്കുക എന്ന് പറയുന്നതിൻ്റെ മുമ്പ് ഇതിനൊക്കെ മറുപടി പറ. സമൂഹത്തെ പറ്റിക്കല്ലേ. ഞങ്ങൾ ദിക്റുള്ളവരാണ്, ഞങ്ങൾ ദുആയുള്ളവരാണ്, ഞങ്ങൾ സ്വലാത്തുള്ളവരാണ്. പക്ഷേ നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ കോപ്രായ സലാത്ത് ദിക്റിൻ്റെ ആളുകളല്ല ഞങ്ങൾ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പാവപ്പെട്ട എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന നാട്ടുകാരോടല്ല പറയുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഒരുത്തൻ വാട്സപ്പ് മെസ്സേജ് അയച്ചു എന്ന്. നിങ്ങൾ കേൾക്കാൻ പോകരുത്. കരളിൻ്റെ കഷ്ണങ്ങളേന്ന് വിളിച്ചിട്ട് പറഞ്ഞില്ലേ ഈ പരിപാടിക്ക് പോകരുത്. അപ്പോൾ ഒരുപാട് ആളുകൾ ഇവിടെ കൂടി. കാരണം എന്താ? നല്ലൊരു പബ്ലിസിറ്റി വാട്സപ്പിലൂടെയൊക്കെ കിട്ടി. സലഫികളുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് സുണ്ടിക്കുപ്പയിൽ, ഒരു പള്ളിൻ്റെ മുമ്പിൽ തന്നെ. അപ്പോൾ ആൾക്കാരൊക്കെ ഒന്നാമതൊന്ന് കേട്ടു നോക്കുക എന്ന് പറഞ്ഞു. നിങ്ങൾ ചിന്തിക്ക് സഹോദരങ്ങളെ, നിങ്ങൾ ഏത് കാലത്താണ് ജീവിക്കുന്നത്? നിങ്ങളാണ് മുടക്കി ആ മുടങ്ങുന്ന കാലമൊക്കെ കഴിഞ്ഞു പോയി മക്കളെ. ഇത് ഏതാ കാലഘട്ടം? വീട്ടിൻ്റെ അകത്തിരുന്നു കൊണ്ട് പോലും സത്യം കേൾക്കുവാൻ ആയിരക്കണക്കിന് ചാൻസുകളുള്ള ലോകത്താണ് നമ്മളിന്ന് ജീവിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങളുടെ ആ തിട്ടൂരങ്ങൾ കൊണ്ടൊന്നും ഈ സമൂഹത്തെ ഇനി നിങ്ങൾക്ക് കമ്പിവേലി കെട്ടി മതിൽ കെട്ടി തളച്ചിടാനൊന്നും ആരും വിചാരിക്കേണ്ടതില്ല. അത് പ്രചരിപ്പിക്കുകയും അതിന് വോയിസ് നൽകുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന മുസ്ലിയാർക്കും ആൾക്കാർക്കൊക്കെ അള്ളാഹു ഹിദായത്ത് കൊടുക്കട്ടെ എന്ന് നമ്മൾ ഈ മഹത്തായ സദസ്സിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ തന്നെയാണ് എല്ലാ രാജ്യത്തും സലഫി പ്രസ്ഥാനം വളർന്നത്. സഹോദരങ്ങളെ, സലഫി പ്രസ്ഥാനം വളർന്നത് ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ കുറേ എതിരും കുറേ എതിരാളികളും കുറേ ദുഷ്പ്രചരണക്കാരും ഒക്കെ ഉണ്ടാകും. പക്ഷേ അതിൻ്റെ ഇടയിൽ ആളുകൾ കാര്യങ്ങൾ കേൾക്കും, പഠിക്കും, മനസ്സിലാക്കും. സംശയങ്ങൾ തീരുവോളം അവർ ചോദിക്കും, പിന്നെയും പഠിക്കും. അങ്ങനെ കേട്ട് നല്ല ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഈ പറയണമൊക്കെ അംഗീകരിച്ചാൽ മതി. കാരണം ഇതാരും ഞങ്ങളുടെ കുടുംബകാര്യല്ല ഈ പറയുന്നത്. ഞാനും നിങ്ങളും മരിച്ചു പോയാൽ നമ്മുടെ ഖബറിൽ രക്ഷപ്പെടണം, മഹ്ശറിൽ നമുക്ക് രക്ഷപ്പെടണം. അവിടെ ഈ പറയുന്ന നമ്മെ ഹരം കൂട്ടുന്ന തിന്മയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു കൂട്ടുകാരനും ഒരു കൂട്ടുകാരിയും ഒരാളും ഉണ്ടാവില്ല. ഒരു പ്രസിഡന്റും സെക്രട്ടറി അവിടെ ഉണ്ടാവില്ല രക്ഷപ്പെടുത്താൻ. ഒരു മഹല്ല് ഖത്തീബും ഉണ്ടാവില്ല, ഒരു കാരണവരും ഉണ്ടാവില്ല, ആരും ഉണ്ടാവില്ല. നമുക്ക് നമ്മുടെ അമലേ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാ പറയുന്നത്, സ്നേഹത്തോടെ പറയാണ്, പഠിക്കണം, പഠിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക. നമ്മുടെ മക്കളോടത് പറയേ. നമ്മുടെ മക്കൾക്ക് ഈ കാലഘട്ടത്തിൽ നിന്ന് ഇസ്ലാമികമായ വിദ്യാഭ്യാസം രണ്ടും അവർക്ക് കിട്ടുന്ന നിലക്കുള്ള അധ്യാപനങ്ങൾ കിട്ടണം. നമ്മുടെ മക്കളൊക്കെ ഇപ്പോൾ ഈ ഫോണിൻ്റെയും അതേപോലെ തന്നെ ആ വിധത്തിലുള്ള മയക്കുമരുന്നിൻ്റെയും ഒക്കെ അഡിക്ഷനിൽ പെട്ടുപോയൊരു കാലഘട്ടമാണ്. നമ്മുടെ മക്കൾക്ക് സ്കൂൾ വിദ്യാഭ്യാസം കിട്ടുന്നതിൻ്റെ കൂടെ അവർക്ക് ഖുർആനും ഹദീസൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവണം. അൽഹംദുലില്ലാ, ഈ സൊണ്ടിക്കൊപ്പയിൽ വന്നപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു വലിയൊരു അനുഗ്രഹം. ഇവിടെ പാരഡൈസ് എന്ന പേരിൽ ഒരു സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട് കുറച്ച് കാലമായിട്ട്. അവിടെ ദുന്യാവും ആഖിറവും പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ ചിന്തിച്ചോ, നിങ്ങളുടെയൊക്കെ മക്കളെ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് പറഞ്ഞയച്ചാൽ അവർ ദീനും പഠിക്കും ദുന്യാവും പഠിക്കും. അത് വളരെ അനിവാര്യമായൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഉമ്മമാരോട് പ്രത്യേകം പറയാണ്, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ മക്കളൊക്കെ ഖുർആനിൻ്റെ കാര്യത്തിൽ ശ്രദ്ധയുള്ളവരാണോ? നിങ്ങൾ ഖുർആൻ പഠിക്കുന്നുണ്ടോ? മക്കൾ പഠിക്കുന്നുണ്ടോ? അവർ ദിക്റുകളൊക്കെ ചൊല്ലുന്നുണ്ടോ? അവർ ദുആകളൊക്കെ ചൊല്ലുന്നുണ്ടോ? അവർക്ക് ആരോടാണ് കൂട്ടുകെട്ട്? അവർ എന്താണ് വഴിവിട്ട വല്ല പ്രവർത്തനങ്ങളും അവരിലുണ്ടോ? നല്ലോണം ശ്രദ്ധ വേണം, നല്ലോണം ആലോചിക്കണം. കാരണം നമ്മൾ മാത്രമാണ് നല്ലവരായാൽ പോരാ. അങ്ങനെയാണെങ്കിൽ അള്ളാഹു എന്തിനാ ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞത്? എങ്ങനെ? യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസക്കും, നിങ്ങളെ കാത്തോളണേ എന്നല്ല പറഞ്ഞത്. അത് മാത്രമല്ല പറഞ്ഞത്, വഅഹ്ലീക്കും, നിങ്ങളുടെ കുടുംബങ്ങളെയും നാറാ, നരകത്തിൽ നിന്ന് കാത്തുകൊള്ളണേ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. എങ്ങനെയാ നമ്മുടെ മക്കളെ കാക്കൽ? എങ്ങനെയാ നമ്മുടെ ബന്ധപ്പെട്ടവരെ നരകത്തിൽ നിന്ന് കാക്കൽ? അവർക്ക് ഖുർആൻ പഠിപ്പിക്കണം, അദബ് പഠിപ്പിക്കണം, ഇസ്ലാമിൻ്റെ വിശ്വാസം പഠിപ്പിക്കണം. അങ്ങനെ പഠിപ്പിച്ച് നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, ദഅവത്തിനിറങ്ങണം. ഇവിടെ ഈ ഫാമിലി കോൺഫറൻസിൽ എത്തിപ്പെട്ട
ആയിരക്കണക്കിന് ആളുകളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിൽ ഏറ്റവും പ്രധാനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിനെതിരെ വരുന്ന അന്ധവിശ്വാസങ്ങൾ ഏതൊക്കെയെന്ന് ചുരുങ്ങിയ നിലക്കെങ്കിലും മനസ്സിലാക്കിയില്ലേ? ഇനി ഇത് നിങ്ങൾക്ക് മനസ്സിൽ വെക്കാനുള്ളതല്ല. ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ ആരാവട്ടെ അവന് കിട്ടിയ അറിവ് നിങ്ങളുടെ രാജ്യത്ത് പോയി പറയണം, നിങ്ങളുടെ നാട്ടുകാരോട് പോയിട്ട് പറയണം. നിങ്ങളെല്ലാവരും ആണും പെണ്ണുമൊക്കെ ദഅവത്ത് നടത്തുന്ന പ്രബോധകന്മാരായി മാറണം. അതിന് നിങ്ങൾക്ക് വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും ആവശ്യമില്ല, വലിയ ആലിം പട്ടമൊന്നും നിങ്ങൾക്ക് കിട്ടണമെന്നില്ല, നിങ്ങൾ വലിയ പണ്ഡിതനാവേണ്ടതില്ല. നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ നിങ്ങൾ വലിയ ആലിമീങ്ങളായാലേ പറ്റൂ എന്ന് ആരും തെറ്റിദ്ധരിക്കരുതേ. നിങ്ങൾക്കൊക്കെ എന്താണോ അറിവുള്ളത് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് അറിവുള്ളത് മറ്റൊരാളോട് പറയുന്നതിന് എന്താ തടസ്സമുള്ളത്? 5 നേരം നിസ്കരിക്കാത്ത ഒരാളെ കാണുമ്പോൾ 5 നേരം നിസ്കരിക്കണടോ, ഇല്ലെങ്കിൽ അത് കാഫറായി പോകുന്ന പരിപാടിയാണ് എന്ന് നിങ്ങൾക്കൊരാളോട് പറയണമെങ്കിൽ നിങ്ങൾക്ക് ആലിമിൻ്റെ പട്ടം വേണോ? നിങ്ങൾ വലിയ പണ്ഡിതനാവണോ? നിങ്ങൾ വലിയ ആലിമാകണോ? വേണ്ട. അത് പറയാൻ നിങ്ങൾക്ക് അറിവുണ്ടെങ്കിൽ ആ വിഷയത്തിൽ തെറ്റിയവരോട് അത് പറയൽ നിങ്ങൾക്ക് നിർബന്ധമാണ്. പക്ഷേ അറിവില്ലാതെ പറയരുതെന്നേ ഉള്ളൂ. ചില ആൾക്കാർക്കൊരു ധാരണ ഉണ്ട്, ഞാനൊക്കെ ഇപ്പം എങ്ങനെ പ്രവർത്തിക്കാൻ ഇറങ്ങുക, ഞാനൊക്കെ ഇപ്പം എങ്ങനെ ജനങ്ങളോട് ദഅവത്ത് നടത്തുക, കാരണം ഞാൻ പണ്ഡിതനല്ലല്ലോ, ഞാൻ ആലിമല്ലല്ലോ എന്നൊക്കെ. എല്ലാം തികഞ്ഞ ആലിമായിട്ടൊന്നും പ്രബോധനം നടത്താൻ കഴിയൂല. നമ്മളൊക്കെ അറിവ് അന്വേഷിക്കുന്ന വിദ്യാർത്ഥികളാണ്, അറിവ് പഠിക്കുന്നവരാണ്, പഠിച്ചുകൊണ്ടേയിരിക്കും. പഠിപ്പ് തീരുന്നൊരു കാലല്ല. നമ്മുടെ പഠിപ്പ് തീരൽ എപ്പോഴാണെന്നറിയോ? മരണം വരെ പഠിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ പഠിച്ച് നല്ല ഉറപ്പുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യണം? എല്ലാവരോടും പറയുകയും വേണം. അതേ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുള്ളൂ. അതേ അവസരത്തിൽ എനിക്ക് എന്തും പറയാം, ആരെന്ത് ചോദിച്ചാലും ഞാൻ പറയാൻ മാത്രം വലിയ ആലിമാണ് എന്ന നാട്യവും പാടില്ല, അറിവില്ലാത്ത വിഷയം സംസാരിക്കാനും പാടില്ല. അവിടെ എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട്, ഇവിടെ കൂടിയ ഉമ്മപെങ്ങന്മാരോടും സഹോദരന്മാരോടും ജ്യേഷ്ഠാനുജന്മാരോടും എല്ലാവരോടും പറയാനുള്ളത്, നിങ്ങൾക്കറിയാവുന്ന കാര്യം നിങ്ങളുടെ നാട്ടുകാരോട് നിങ്ങൾ പോയിട്ട് പറയണം. നിങ്ങൾക്കറിയോ ഒരു ചരിത്രം? മഹാനായ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു മുസ്തഫ മക്കയിൽ വന്നിട്ടുണ്ട് എന്ന് കേട്ടിട്ട് അള്ളാഹുവിൻ്റെ റസൂലിനെ കുറിച്ച് കേട്ടറിഞ്ഞതാ. അങ്ങനെ ഓടിയെത്തി റസൂൽ ചുരുക്കി പറയാണ്, ഞാൻ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ അടുക്കൽ അബൂദറുൽ ഗഫാരി റളിയല്ലാഹു അൻഹു എത്തി. മുത്തുനബിയോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊന്ന് പഠിപ്പിച്ചു തരീൻ ഇസ്ലാം. അവിടെ വെച്ച് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുത്തപ്പോൾ അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി വേറെ ആരുമില്ല എന്ന് ഞാനിതാ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്. അവിടെ വെച്ച് അബൂദർ റളിയല്ലാഹു അൻഹു അങ്ങ് മുസ്ലിമാവുകയാണ്. ആ മുസ്ലിമായ അബൂദർ അധികം പഠിച്ചിട്ടില്ല. പക്ഷേ പഠിച്ച അബൂദറിനോട്, അത്ര മനസ്സിലാക്കിയ അബൂദറിനോട് മുസ്തഫ പറയാണ്, അബൂദറേ, നാട്ടിലേക്ക് പോയിട്ട് അവിടെ നീ എന്നെക്കുറിച്ച് പറയേണ്ട ഒരു കാലം വരുമ്പോൾ നീ അവരോട് പറയണേ. നോക്കൂ നിങ്ങൾ, ബല്ലിഗൂ അന്നീ വലൗ ആയ, ഒരായത്തെങ്കിലും എന്നിൽ നിന്ന് നിങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണേ. ഇത് നമ്മുടെ കടമയാണ് ഉപ്പമാരെ, ഉമ്മമാരെ. അതുകൊണ്ട് നിങ്ങളെ രാജ്യത്ത്, നിങ്ങൾ ഏതൊക്കെ പ്രദേശത്ത് നിന്ന് വന്നവരാണെങ്കിലും നിങ്ങൾ ഈ സത്യം അറിഞ്ഞിട്ടില്ലാത്തവർക്ക് സത്യം നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. അറിവ് നിങ്ങൾ നേടിക്കൊണ്ടേയിരിക്കണം. നമ്മുടെ മക്കൾക്ക് ഖുർആൻ പഠിക്കാൻ കഴിയണം. നമ്മൾ ഖുർആൻ പഠിക്കണം. നമ്മൾ ദിക്റുകളും ദുആകളും അർത്ഥസഹിതം പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അതുണ്ടാകണം. ഹറാമായ വേഷം ധരിച്ചുകൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങല്ലേ. നമ്മുടെ കല്യാണ വേദികളിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ കയ്യിലോ കൈത്തണ്ടയിലോ അരയിലോ ചരടോ ഐക്കല്ലോ ഏലസോ കെട്ടരുത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലത്ത് ഏലസ് കെട്ടിയ ഒരാളെ അതേ ഒരു സഹാബി കാണുകയാണ്. ആ സഹാബിയോട്, അതേ മറ്റൊരു സഹാബിയോട് വളരെ ഗൗരവത്തോടെ അതിൻ്റെ ഗൗരവം പഠിപ്പിച്ചു കൊടുത്ത് അത് പൊട്ടിച്ചെറിയുന്ന ചരിത്രത്തിൽ നമുക്ക് കാണാമല്ലോ.
അതുപോലെ തന്നെ ഹോമം നടത്തുന്ന ആളുകളുണ്ട്. അതുപോലെയുള്ള പലവിധത്തിലുള്ള ചികിത്സകളും പലവിധത്തിലുള്ള സിഹിറിൻ്റെ പ്രവർത്തനങ്ങളും മാരണ പ്രവർത്തനങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട്. വീട് വെക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് കന്നിമൂല നോക്കുന്ന ആളുകളുണ്ട്. പല വിധത്തിലുള്ള പൂജകൾ നടത്തുന്ന ആളുകളുണ്ട്. ഓ മുസ്ലിമീങ്ങളെ, നമ്മുടെ കുടുംബം ഇസ്ലാമാണോ? നമ്മൾ പരിശോധിക്കണം. നമ്മുടെ മക്കൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അവർ അള്ളാഹ്ക്ക് പൊരുത്തമുള്ള വേഷത്തിലാണോ? നമ്മുടെ കല്യാണത്തിന് പുതിയാപ്പിള പോകുന്നത്, പുതുവണ്ണ് പുറത്തിറങ്ങുന്നത് അള്ളാഹുവിന് ഇഷ്ടമുള്ള വേഷത്തിലാണോ? ഇതൊക്കെ നമ്മൾ ഗൗരവത്തോടെ ആലോചിക്കണം. നമ്മൾ ഫോൺ ഉപയോഗപ്പെടുത്തുമ്പോൾ അവിടെയും വേണം നമുക്ക് സൂക്ഷ്മത. വഴിവിട്ട ബന്ധങ്ങൾക്ക് ഫോൺ കാരണമാകരുത്. ചാറ്റിങ്ങിലൂടെ ചീറ്റിങ്ങിൽ പെട്ടു പോകരുത്. വഴിവിട്ട ബന്ധങ്ങളിലേക്ക് പോകരുത്. മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന ലോകമാണ്. അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സമൂഹത്തിൽ ഇന്ന് വർദ്ധിച്ചു വരികയാണ്. അതുപോലെ തന്നെ ധനം സമ്പാദിക്കുന്നു എന്നുള്ളതല്ലാതെ എങ്ങനെ സമ്പാദിക്കുന്നു എന്നുള്ളത് പ്രധാനമല്ലേ? അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ട് ലക്ഷങ്ങൾ വന്നിട്ട് എന്ത് കാര്യമാ ഉള്ളത്? അതൊക്കെ മുഴുവനും ബാത്തിലാവില്ലേ? നരകത്തിലെറിയപ്പെടില്ലേ? അതുകൊണ്ട് കിട്ടുന്ന സമ്പാദ്യം അത് വരുന്ന വഴി മുഴുവനും ഹലാലിൻ്റെ വഴിയാകുവാൻ എല്ലാവരും ശ്രമിക്കണമെന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതേപോലെ ജീവിതത്തിൻ്റെ ഏതേത് മേഖലകളിലും നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കേണ്ടതുണ്ടോ? ആ ജീവിതത്തിലേക്കാണ് നമ്മുടെയൊക്കെ ശ്രദ്ധ പതിയേണ്ടത്. അതിന് വിരുദ്ധമായ അതൊന്നും വരാതെ ഈ മഹത്തായ സമ്മേളനത്തിൽ നിന്ന് നിങ്ങൾ ഗ്രഹിച്ചതും അല്ലാത്തതുമായ ഒട്ടേറെ വിഷയങ്ങൾക്ക് നിങ്ങൾ തുടർ പഠനങ്ങൾ നിങ്ങൾക്കുണ്ടാകണം. വേനലവധിയുടെ കാലഘട്ടമാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി വിസ്ഡം ഇസ്ലാമിക് സ്റ്റുഡൻസ് അവർ ഒരുപാട് പദ്ധതികൾ ഈ വേനൽക്കാലത്ത് ഒരുക്കുന്നുണ്ട്. സമ്മർ കോഴ്സുകൾ ഒരുക്കുന്നുണ്ട്. പല വിധത്തിലുള്ള സംരംഭങ്ങൾ ഒരുക്കുന്നുണ്ട്. അതിലൊക്കെ നമ്മുടെ 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രത്യേക തരത്തിലുള്ള പല പരിപാടികളും നടപ്പിൽ വരുത്തുന്നുണ്ട്. ബന്ധപ്പെട്ടവരുമായി നിങ്ങൾ കൂടിയാലോചിച്ചുകൊണ്ട് നമ്മുടെ മക്കളും അതിലൊക്കെ ഭാഗവാക്കാകുന്ന നിലയ്ക്ക് ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇസ്ലാമിൻ്റെ നിയമങ്ങൾ അത് കൃത്യമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ വേണം. രാജ്യത്ത് ഒരുപാട് പരീക്ഷണങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഇറാനും അതുപോലെ തന്നെ ഇസ്രായേലും തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ ചില ആളുകളൊക്കെ ഏതാ ഇറാൻ സിന്ദാബാദ് എന്ന് പറയുന്നു. ഇറാനിൻ്റെ നേതാക്കന്മാരെ ഷഹീദുകളായി വാഴ്ത്തുന്നു. നിങ്ങൾക്കറിയാമോ ആരാണ് ഇറാൻ എന്ന്, ആരാണ് അപ്പുറത്തുള്ള ഇസ്രായേൽ എന്ന്? രണ്ടും തെമ്മാടിക്കൂട്ടങ്ങളാണ്. ഇസ്രായേലും കടുത്ത പാപികളാണ്. അവർ കടുത്ത ഭോഷന്മാരാണ്. അവർ കടുത്ത ആക്രമികളാണ്. ജൂത സയനിസം മുസ്തഫയോട് ഏത് കാലത്തും വിരോധം വെച്ചവരായിരുന്നു. അവര് റസൂലുള്ളാഹിനെ കൊല്ലാൻ വിചാരിച്ചവരാണ്. ഇസ്ലാമിനോട് ഏറ്റവും വെറുപ്പുള്ള കക്ഷികളാണ്. ഇന്നും അവരങ്ങനെ തന്നെയാണ്. അവരാണ് ഒരു ഭാഗത്ത്. അവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരു വിശ്വാസിക്ക് കഴിയില്ലല്ലോ. എന്നാൽ ഇപ്പുറത്തുള്ള ഇറാൻ എന്ന് പറയുന്നവരോ അവർ നല്ല പിള്ളകളാണ്. അവർക്ക് ഇസ്ലാം ശരിയാകണമെങ്കിൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ശപിക്കണം, ഉമർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയണം, നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു അൻഹയെ തെറി വിളിക്കണം, വ്യഭിചാരിണിയാണെന്ന് പറയണം, നമ്മുടെ ഉമ്മ ഹഫ്സ ബീവിയെ മോശക്കാരിയായി പറയണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇസ്ലാമികമായ നിലക്ക് സർവ്വ മുസ്ലിം രാജ്യങ്ങളോടും അവർക്ക് തീരാത്ത പകയാണ്. സൗദി അറേബ്യ അടക്കം മക്കയും മദീനയും അടങ്ങുന്ന ഹറം വരെ പിടിച്ചെടുത്തിട്ട് അവരുടെ ഈ ചീഞ്ഞ ഷിയായിസം കൊണ്ടുവരണമെന്ന് മോഹിച്ചുകൊണ്ട് നടക്കുന്നവരാണ് ഇപ്പുറത്തുള്ള ആളുകൾ. ഒരുപാട് ആളുകളെ, നിരപരാധികളെ കൊന്നവരാണ് അവർ. ഈ വിധത്തിലൊക്കെയുള്ള ഒട്ടേറെ കാര്യങ്ങൾ ചെയ്ത ഇപ്പുറത്തുള്ള ആളുകളും രണ്ട് കൂട്ടരും നമുക്ക് പിന്താങ്ങാൻ പറ്റിയവരല്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ ആ നിലക്ക് ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത നിരപരാധികളായ ആളുകളുള്ള രാജ്യത്തെ അവർ മിസൈൽ വെച്ച് തകർക്കാൻ നോക്കുകയാണ്. അവരവിടെ നശിപ്പിക്കാൻ നോക്കുകയാണ്. അവർ പല രാഷ്ട്രങ്ങളെയും പല വിധത്തിലും അവിടുത്തെ സമ്പൽഘടനയെ തകർക്കാൻ നോക്കുന്നു.
കൊടുക്കുന്നു. ഇതവരുടെ പണ്ടേയുള്ള ലക്ഷ്യമാണ്. ഷിയാക്കളുടെ സ്വപ്നം തന്നെ സൗദി അറേബ്യമുള്ള മക്കയും മദീനയും അടക്കം പിടിച്ചെടുത്ത് അവിടെ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ, ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒക്കെ ഖബർ പുറത്തേക്ക് കളച്ചു മറിക്കണം എന്ന് വരെ വിശ്വാസമുള്ള ആളുകളുണ്ട്. ദിക്റുകളിൽ മുഴുവനും അല്ലാഹുവേ അബൂബക്കറിനെ ശപിക്കണേ, ഉമറിനെ ശപിക്കണേ, ആയിഷാനെ ശപിക്കണേ, ഹഫ്സയെ ശപിക്കണേ എന്ന് പറയുന്ന ഇറാനിലെ ഷിയാക്കളുണ്ട്. അവരെ സപ്പോർട്ട് ചെയ്യാൻ, മുസ്ലിമേ ജൂത സയനിസത്തെ സപ്പോർട്ട് ചെയ്യാൻ നമുക്കൊരിക്കലും പറ്റാത്തതുപോലെ ഇവരെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് പറ്റൂല. അതുകൊണ്ട് ഈ ഫിത്നയുടെ കാലഘട്ടത്തിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ്? അല്ലാഹുവേ, ഇവിടെ ഒരു തെമ്മാടി മറ്റേ തെമ്മാടിയുമായി യുദ്ധം ചെയ്യുകയാണ്. അവർ പണ്ട് വലിയ സഖ്യകക്ഷികളാണ്, ഇപ്പം അവർ പരസ്പരം പോരടിക്കുകയാണ്. അതിനിടയിൽ നിന്ന് വിശ്വാസികളെ നീ രക്ഷപ്പെടുത്തണേ, സമാധാനം ഉണ്ടാക്കണേ, ശാന്തി പടർത്തണേ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ ഒരു വിശ്വാസിക്ക് എന്തിനാണ് സാധിക്കുക? ഇതെൻ്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ അർത്ഥത്തിലൊക്കെ കാര്യങ്ങൾ ലോകത്ത് നടക്കുമ്പോൾ ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കരുത്. എന്നാലോ വികാര ജീവികൾ എന്തെങ്കിലും പറയുമ്പോഴേക്ക് അതിൻ്റെ പിന്നാലെ പോയിട്ട് അവരൊക്കെ ഷഹീദുകളാ, അവരെയൊക്കെ എതിർക്കുന്നവരൊക്കെ മുനാഫിക്കുകളാണ്, ജൂതൻ്റെ ഏജന്റുകളാണ് എന്നൊക്കെ ഇനി എന്നെക്കുറിച്ചും പറഞ്ഞേക്കും. പക്ഷേ ഇവിടെ രണ്ട് കൂട്ടരും അപ്പുറത്തും ഇപ്പുറത്തുമുള്ളവരും ഞാൻ നേരത്തെ പറഞ്ഞതാണ് അവരുടെ അവസ്ഥ. ഒരു കൂട്ടർക്ക് മുസ്ലിം ലോകത്തോടൊന്നാകെ കുടിപ്പകയാണെങ്കിൽ മറ്റേ കൂട്ടർക്ക് അഹ്ലുസുന്നയുള്ള രാജ്യങ്ങളോടും അഹ്ലുസുന്നയുടെ ആളുകളോടും മുഴുവനും കടുത്ത പകയാണ്. അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ നിലപാടുകൾ സ്വീകരിക്കുവാൻ. അതുകൊണ്ട് ഫിത്നയുടെ കാലത്ത് അള്ളാഹുവിനോട് അക്രമകാരികൾ എവിടെയാണെങ്കിലും റബ്ബേ നീ അവരെ കൈപിടിക്കണേ, നീ അവരെ തകർക്കണേ, നീ അവരെ നശിപ്പിക്കണേ, വിശ്വാസികളെ രക്ഷപ്പെടുത്തണേ എന്ന പ്രാർത്ഥനയാണ് നമുക്കുണ്ടാകേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ഗൗരവത്തോടെ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടേതായ കർത്തവ്യങ്ങൾ നമ്മൾ നിർവഹിച്ച് ഈ മസ്ജിദുമായി ബന്ധപ്പെട്ട്, അതേപോലെ തന്നെ സിദ്ധാപുരത്ത് മസ്ജിദുണ്ട്, അതുപോലെ തന്നെ പലയിടങ്ങളിലും ഇന്ന് സലഫികൾക്ക് മസ്ജിദുകളുണ്ട്. അവിടേക്കൊക്കെ പോകുന്നവരെ പറഞ്ഞ് പഴപ്പിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും പലരുമുണ്ട് എന്നതൊക്കെ ശരിയാണ്. പക്ഷേ എല്ലാം വസ്തുതകളുമായി അങ്ങോട്ട് മുട്ടിച്ചു നോക്കിയാൽ ദുരാരോപണങ്ങളായിരിക്കും. നിങ്ങൾ കൂടുതൽ പഠിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് രോഗികളുണ്ട്, അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മയും അവരെയും അള്ളാഹു അവൻ്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. കത്തിയാളുന്ന നരകാഗ്നിയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മയെല്ലാം കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രികീൻ. അല്ലാഹുമ്മ അജിർനാ വഅജിർ വാലിദീനാ മിനൻ നാർ. റബ്ബന ഇഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ വതവഫനാ മഅൽ അബ്റാർ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ آل محمد والحمد لله رب العالمين. السلام عليكم ورحمة الله.